Hi students, hello. Welcome to the key discussion of GIB 12, section A. മക്കളെ നമ്മൾ GIB 11 എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. GIB 12 അത്ര എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ല സുവോളജി എന്ന് നിങ്ങൾക്കറിയാം. നിങ്ങളിപ്പോൾ എഴുതി കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി. കുറച്ചൊരു ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഒക്കെ വന്നിട്ടുള്ള ഒരു GIB ആണ് GIB 12. എങ്കിലും നമുക്ക് NCERT നല്ലവണ്ണം പഠിച്ചൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു സെക്ഷൻ ആണ് GIB 12 എന്നുള്ളത് നിങ്ങൾക്കറിയാം. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് നോക്കാം. എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻ നമ്പർ 151 എടുക്കാം അല്ലെ. ഫസ്റ്റ് എന്നൊരു മാച്ച് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു ഐശ്വര്യത്തോടെ നമുക്കത് തുടങ്ങാം. എന്താണ് നോക്കൂ, കോളം 1 കോളം 2 ഉണ്ട്. ഇതിൽ നമുക്ക് റിലാക്സിൻ, പ്രൊലാക്റ്റിൻ, പ്രോജസ്ട്രോൺ, LH തന്നിട്ടുണ്ട്. ഇപ്പുറത്തെ സൈഡിൽ അതിന്റെ ആക്ഷൻ തന്നിട്ടുണ്ട്. മിൽക്ക് സെക്രീഷൻ, ഓവുലേഷൻ, പാർച്ചുറേഷൻ, പ്രഗ്നൻസി ഹോർമോൺ. ഇതൊരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം അല്ലെ. നമ്മൾ ഇവിടെ 1, 2, 3, 4 എഴുതാം. എന്നിട്ട് അതിന്റെ കോമ്പിനേഷൻ എടുക്കാം. നോക്കൂ, റിലാക്സിൻ എന്ന് പറഞ്ഞ ഹോർമോൺ എന്താ? അതായത് സി എടുത്തൂടെ. പാർച്ചുറേഷൻ സമയത്ത് ലേറ്റർ സ്റ്റേജ് ഓഫ് പ്രഗ്നൻസിയിൽ ഓവറി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഹോർമോൺ ആണ് റിലാക്സിൻ അല്ലെ. ഇനിഷ്യൽ സ്റ്റേജിലല്ല, ലേറ്റർ സ്റ്റേജ് ഓഫ് പ്രഗ്നൻസി. അപ്പോൾ റിലാക്സിൻ എന്ന് പറയുന്നത് പാർച്ചുറേഷനെ സഹായിക്കുന്നു. അതുകൊണ്ടാണ് ലേറ്റർ സ്റ്റേജ് ഓഫ് പ്രഗ്നൻസിയിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ പാർച്ചുറേഷൻ എന്നുള്ള ഉത്തരം കിട്ടി. പ്രൊലാക്റ്റിൻ നമ്മൾ എന്ത് പേരിലാണ് അറിയപ്പെടുക? മിൽക്ക് പ്രൊഡക്ഷൻ ഹോർമോൺ ആണ് PRL അല്ലെ. ആന്റീരിയർ പിറ്റ്യൂട്ടറി പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊലാക്റ്റിൻ PRL ഈസ് എ മിൽക്ക് പ്രൊഡക്ഷൻ ഹോർമോൺ. അപ്പൊ മിൽക്ക് സെക്രീഷൻ എന്നുള്ള A കൊടുക്കാം. പിന്നെ എന്താ? പ്രൊജസ്ട്രോൺ നമ്മൾ എന്ത് പേരിൽ അറിയപ്പെടുന്നു? പ്രൊജസ്ട്രോൺ ഈസ് നോൺ ആസ് ദ പ്രഗ്നൻസി ഹോർമോൺ. ഇറ്റ് മെയിൻറ്റെയിൻ പ്രഗ്നൻസി. അതുകൊണ്ട് D എന്ന് ഉത്തരം കൊടുക്കാം. LH നമ്മൾ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓവുലേറ്ററി ഹോർമോൺ. അതായത് LH സർജ് കാരണമാണ് ഗ്രാഫിയൻ ഫോളിക്കിൾ പൊട്ടി ഓവുലേഷൻ നടക്കുന്നത്. അപ്പോൾ ഓവുലേറ്ററി ഹോർമോൺ, ഓവുലേഷൻ എന്നും കൊടുക്കാം. അപ്പൊ കൃത്യമായിട്ട് കിട്ടി. നമുക്ക് CADB ആണ് വേണ്ടത് അല്ലെ. CADB എന്ന് പറഞ്ഞാൽ എന്താ? CADB 4 is the right answer. 1C, 2A, 3D and 4B. For question number 151, 4 is the right answer. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ തുടങ്ങിയത് തന്നെ സിമ്പിൾ ആയ ഒരു ക്വസ്റ്റ്യനിലാണ്. ഓക്കെ, അപ്പൊ നമുക്ക് 152ലേക്ക് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 152 എടുക്കാം. Which of the following statement is not true with respect to memory gland? Not true ആണ്. കറക്റ്റ് അല്ലാത്തത് ഏതെന്നാണ് ചോദ്യം. നമുക്ക് നോക്കാം. മെമ്മറി ഗ്ലാൻഡ് അല്ലെ, മിൽക്ക് പ്രൊഡ്യൂസിങ് ഗ്ലാൻഡ് ഇൻ മാമൽസ്. അപ്പൊ അത് നോക്കാം. കണ്ടെയ്ൻ ഗ്ലാൻഡുലാർ ടിഷ്യൂ ആൻഡ് വേരിയബിൾ എമൗണ്ട് ഓഫ് ഫാറ്റ്. ശരിയല്ലേ? ഗ്ലാൻഡുലാർ ടിഷ്യൂ ഉണ്ട്. മെമ്മറി ഗ്ലാൻഡ് കമ്പോസ്റ്റ് ഓഫ് ഗ്ലാൻഡുലാർ ടിഷ്യൂ ആൻഡ് വേരിയബിൾ എമൗണ്ട് ഓഫ് ഫാറ്റ്. അതിൽ ഗ്ലാൻഡുലാർ ടിഷ്യൂ ആണ് ഇമ്പോർട്ടന്റ് കാര്യം നമുക്കറിയാം. രണ്ടാമത്തത് കണ്ടെയ്ൻ 15 to 20 മെമ്മറി ലോബ് കണ്ടെയ്നിങ് ക്ലസ്റ്റേഴ്സ് ഓഫ് സെൽസ് കോൾഡ് ആൽവിയോൾ വേർ മിൽക്ക് ഈസ് സെക്രീറ്റഡ്. ശരിയല്ലേ? ഓരോ ഈ മെമ്മറി ഗ്ലാൻഡിനകത്ത് 15 to 20 മെമ്മറി ലോബ് ഉണ്ട്. അതിനുള്ളിൽ ക്ലസ്റ്റർ ഓഫ് സെൽസ് ഉണ്ട്. അതിനെ ആൽവിയോൾ, മെമ്മറി ആൽവിയോൾ എന്നാണ് പറയുക. അതെന്ത് ചെയ്യുന്നു? മിൽക്ക് സെക്രീറ്റ് ചെയ്യുന്നു എന്ന കാര്യം ശരിയാണ്. അത് രണ്ടും ശരിയാണ്. സെവറൽ മെമ്മറി ആംപ്യൂള combined to form memory duct which is connected to the lactiferous duct. അത് ശരിയോ തെറ്റോ? ഇത് തെറ്റാണ്. കാരണം മെമ്മറി ഡക്ട് കഴിഞ്ഞിട്ടാണ് എന്ത് വരേണ്ടത്? മെമ്മറി ട്യൂബ്യൂൾ കഴിഞ്ഞാൽ, ആൽവിയോൾ കഴിഞ്ഞാൽ മെമ്മറി ട്യൂബ്യൂൾ, അത് കഴിഞ്ഞാൽ മെമ്മറി ഡക്ട്. മെമ്മറി ഡക്റ്റുകൾ കൂടിച്ചേർന്നിട്ടാണ് മെമ്മറി ആംപ്യൂള ഉണ്ടാവുന്നത്. എന്നിട്ടാണ് അത് ലാക്ടിഫറസ് ഡക്റ്റിലൂടെ നിപ്പിൾ വഴി പുറത്തേക്ക്. അപ്പൊ അതുകൊണ്ട് മെമ്മറി ഡക്റ്റ് ജോയിൻ ചെയ്തിട്ടാണ് മെമ്മറി ആംബ്യൂള. അല്ലാതെ മെമ്മറി ആംബ്യൂള കമ്പൈൻ ചെയ്തിട്ടല്ല മെമ്മറി ഡക്റ്റ് ഉള്ളത്. അപ്പൊ അത് തെറ്റാണ്. മിൽക്ക് ഈസ് സക്ക്ഡ് ഔട്ട് ത്രൂ ദ ലാക്ടിഫറസ് ഡക്റ്റ്. പാല് പുറത്തേക്ക് വരുന്നത് ഏറ്റവും അവസാനം നിപ്പിളിനോട് കണക്ട് ചെയ്തിരിക്കുന്നത് ലാക്ടിഫറസ് ഡക്റ്റ് ആണ്. കറക്റ്റ് ആണ്. അപ്പോൾ നോട്ട് ട്രൂ എന്ന് പറയുമ്പോൾ തെറ്റായത് ഏതാണെന്നാണ്. സോ ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 152, 3 is the right answer. അതായത് റോങ് സ്റ്റേറ്റ്മെന്റ് ആൻഡ് റൈറ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 152. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 153 നോക്കാം. ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 47 ഓൾഡ് ബുക്കിലെ നമ്മുടെ ഹ്യൂമൻ റീപ്രൊഡക്ഷനിൽ കാണാം. നോക്കൂ, 15 to 20 മെമ്മറി ലോബ്സ്, ഗ്ലാൻഡുലാർ ടിഷ്യൂ, വേരിയബിൾ എമൗണ്ട് ഓഫ് ഫാറ്റ് ഒക്കെ ഞാൻ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് ഓരോ സ്റ്റേറ്റ്മെന്റും. പിന്നെ അതേപോലെ തന്നെ ദ ട്യൂബ്യൂൾ ഓഫ് ഈച്ച് ജോയിന്റ് ഫോം മെമ്മറി ഡക്ട്, സെവറൽ മെമ്മറി ഡക്ട് ജോയിന്റ് ഫോം
വൈഡർ മെമ്മറി ആംബ്യുള്ള. തിരിച്ചിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യനിലുള്ളത്. പിന്നെ മിൽക്ക് ഈസ് സക്ഡ് ഔട്ട് ത്രൂ ലാക്ടിഫറസ് ഡക്ട്. പേജ് നമ്പർ 47 ഇത് മെൻഷൻ ചെയ്തിട്ടുള്ളതാണ് NCERTയുടെ പഴയ ബുക്കിൽ. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 153. ഐഡന്റിഫൈ ദ ട്രൂ സ്റ്റേറ്റ്മെന്റ് ഫ്രം ദ സ്റ്റേറ്റ്മെന്റ് ഗിവൻ ബിലോ. ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നോക്കാം. ട്യൂബക്ടമി ആൻഡ് വെസക്ടമി ആർ ഡിഫറെന്റ് മെത്തേഡ് ഓഫ് MTP. റീപ്രൊഡക്റ്റീവ് ഹെൽത്തിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ട്യൂബക്ടമി ആൻഡ് വെസക്ടമി ആർ ഡിഫറെന്റ് മെത്തേഡ് ഓഫ് MTP. തെറ്റല്ലേ? മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി, ഇൻഡ്യൂസ്ഡ് അബോർഷന് ഈ മെത്തേഡ് നമ്മൾ ഉപയോഗിക്കാറില്ല. ടെർമിനൽ മെത്തേഡ് ഓഫ് കോൺട്രാസെപ്ഷൻ ആണ് നമ്മൾ ഈ ട്യൂബക്ടമിയും വെസക്ടമിയും. ട്യൂബക്ടമി ഫെലോപ്പിയൻ ട്യൂബ് കട്ട് ചെയ്യുന്നു ഫീമെയില്, വെസക്ടമി എന്ന് പറഞ്ഞാൽ വാസ് ഡെഫറൻസ് കട്ട് ചെയ്യുന്നു മെയിലില്. ഇതൊരു MTPക്കുള്ള മെത്തേഡ് അല്ല, അത് തെറ്റാണ്. ദെൻ പർപ്പസ് ഓഫ് ട്യൂബക്ടമി ഈസ് ടു പ്രിവെന്റ് എഗ് ഫോർമേഷൻ. തെറ്റാണ്. ട്യൂബക്ടമി ചെയ്തൊരു സ്ത്രീയില് എഗ് ഫോർമേഷൻ, അതായത് എഗിന്റെ ഫോർമേഷൻ, ഊജനസിസ് നടക്കും, ഗമറ്റോജനസിസ് നടക്കും, പക്ഷെ ട്രാൻസ്ഫർ ഉണ്ടാവില്ല എന്നേ ഉള്ളൂ. വാസക്ടമി ചെയ്തൊരു പുരുഷനിൽ സ്പെർമറ്റോജനസിസ് നടക്കും, പക്ഷെ സ്പേമിന്റെ ട്രാൻസ്പോർട്ട് ഉണ്ടാവില്ല. ഗമറ്റ് ട്രാൻസ്പോർട്ട് ഈസ് ബ്ലോക്ക്ഡ് ബട്ട് ഗമറ്റ് ഫോർമേഷൻ ഈസ് ടേക്ക് പ്ലേസ് എന്നാണ്. അത് നടക്കും, അതാണ്. ഓക്കെ, അപ്പൊ അത് തെറ്റാണ്. അതിൽ ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് കമ്പോണന്റ് ഓഫ് ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസ് ഈസ് പ്രൊജസ്ട്രോൺ. അറിയാലോ, പ്രധാനപ്പെട്ട എയ്തർ പ്രൊജസ്ട്രോൺ എലോൺ ഓർ പ്രൊജസ്ട്രോൺ വിത്ത് ഈസ്ട്രോജൻ കോമ്പിനേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. അത് ശരിയാണ്. പിന്നെ സ്റ്റിറോയിഡ് കോൺട്രാസെപ്റ്റീവ് ഓറൽ പിൽസ് ഹെൽപ്പ് ഇൻ ബർത്ത് കൺട്രോൾ ബൈ പ്രിവെന്റിംഗ് ഓവുലേഷൻ. ഈ ഹോർമോണൽ പിൽസുകൾ ഹൈ ഡോസ് ഓഫ് പ്രൊജസ്ട്രോൺ അത് ഓവുലേഷനെ തടയുന്നു. IUD ആണെങ്കിൽ എന്ത് ചെയ്യുന്നു? ഈ ഇംപ്ലാന്റേഷനെ തടയുന്നു. അതുപോലെ തന്നെ സെർവിക്കൽ മ്യൂക്കസിന്റെ ക്വാളിറ്റിയിൽ വ്യത്യാസം വരുത്തുന്നു. ഓക്കെ, ഐശ്വര്യ. ജനൈറ്റൽ വാർഡ്സ് ആർ സെക്ഷുവലി ട്രാൻസ്മിറ്റ് ഡിസീസ് കോസ്ഡ് ബൈ ഹെർപ്പിസ് വൈറസ്. തെറ്റാണ്. ജനൈറ്റൽ ഹെർപ്പിസ് ആണ് HSV കൊണ്ടുണ്ടാവുന്നത്. അതായത് ഹെർപ്പിസ് സിംപ്ലക്സ് വൈറസ് 2 എന്ന് പറയുന്ന HSV2 കൊണ്ടുണ്ടാവുന്ന ഹെർപ്പിസ് വൈറസ് കൊണ്ടുണ്ടാവുന്നത് ജനൈറ്റൽ ഹെർപ്പിസ് ആണ്, അല്ലാതെ എന്തല്ല, ജനൈറ്റൽ വാർഡ്സ് അല്ല. ജനൈറ്റൽ വാർഡ്സ് ഉണ്ടാക്കുന്നത് എന്താ? ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ആണ്. ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ആണ്. ഓക്കെ, അപ്പൊ അത് തെറ്റാണ്. ഇൻ ഇന്ത്യ ദർ ഈസ് എ ഡിക്ലൈൻ ഇൻ ഇൻഫാന്റ് മോർട്ടാലിറ്റി റേറ്റ് ആൻഡ് MMR. ഇന്ത്യയിൽ എന്ത് സംഭവിച്ചു? ഇൻഫാന്റ് മോർട്ടാലിറ്റി റേറ്റും അതേപോലെ മദേഴ്സ് മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റും കുറഞ്ഞു. അല്ലേ? ശരിയല്ലേ? ഫാമിലി പ്ലാനിങ് ചെയ്തതുകൂടെ അല്ലെങ്കിൽ RCHന്റെ ഇൻട്രൊഡക്ഷനോട് കൂടെ എന്താ ഉണ്ടായത്? ഈ IMRഉം MMRഉം കുറഞ്ഞു. ദർ ഇസ് എ ഡിക്ലൈൻ. അതും ശരിയാണ്. അപ്പോൾ ഇതിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ട്രൂ സ്റ്റേറ്റ്മെന്റ്സ് ആണ്. എത്ര എണ്ണം ശരിയാണെന്നാണ് ചോദിച്ചത്. ഇതിൽ ഏതൊക്കെ ശരിയുണ്ട്? 3 ഉണ്ട്, 4 ഉണ്ട്, 6 ഉണ്ട്. 3, 4, 6, 3 is the right answer. For question number 153, 3 is the right answer. Okay. Question number 154 എടുക്കാം. Organic compound that are tightly bound to apo enzyme are called. ഇതൊരു ബയോമോളിക്യൂളിലെ ക്വസ്റ്റ്യൻ ആണ്. Organic compounds that are tightly bound to apo enzyme. അപ്പൊ നമുക്കറിയാം, ഒരു കോൺജുഗേറ്റഡ് എൻസൈം എടുക്കുകയാണെങ്കിൽ ആ കോൺജുഗേറ്റഡ് എൻസൈം ഹോളോ എൻസൈം എടുക്കുകയാണെങ്കിൽ അതൊരു പ്രോട്ടീൻ പാർട്ട് ഉണ്ട്. ആ പാർട്ടിനെ അപ്പോ എൻസൈം എന്നാണ് പറയുക. അതിന്റെ നോൺ പ്രോട്ടീൻ പാർട്ടിനെ കോഫാക്ടർ എന്ന് പറയാം. ഈ കോഫാക്ടർ 3 എണ്ണമുണ്ട്. ഒന്നുകിൽ പ്രോസ്തെറ്റിക് ഗ്രൂപ്പ് ആവാം, അല്ലെങ്കിൽ കോ എൻസൈം ആവാം, അല്ലെങ്കിൽ മെറ്റൽ അയോൺ ആവാം. ഇതിൽ ഈ കോഫാക്ടർ എന്ന് പറഞ്ഞാൽ നോൺ പ്രോട്ടീൻ പാർട്ടാണ്. അതിൽ പ്രോസ്തെറ്റിക് ഗ്രൂപ്പ് ഓർഗാനിക് മോളിക്യൂൾ വിച്ച് ആർ ടൈറ്റ്ലി ബൗണ്ട് വിത്ത് അപ്പോ എൻസൈം ആണ്. ഒരു ഹോളോ എൻസൈമിൽ അപ്പോ എൻസൈമുമായിട്ട് ടൈറ്റ്ലി ബൗണ്ട് ചെയ്തിരിക്കുന്ന ഓർഗാനിക് മോളിക്യൂളിനെയാണ്, ആ ഗ്രൂപ്പിനെയാണ് പ്രോസ്തെറ്റിക് ഗ്രൂപ്പ് എന്ന് പറയുക. അത് ലൂസ്ലി ബൗണ്ട് ആണ്, അത് കോ എൻസൈം ആണ്. മെജോറിറ്റി കോ എൻസൈം എന്ന് പറഞ്ഞാൽ വൈറ്റമിൻസ് റിലേറ്റഡ് ആണ്. അതുപോലെ മെറ്റൽ അയോൺ ലൈക്ക് സിങ്ക് ആവാം. ഇതാണ്. അപ്പൊ നമ്മളെ ചോദ്യത്തിൽ ടൈറ്റ്ലി ബൗണ്ട് എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരേ ഉള്ളൂ, ദാറ്റ് ഈസ് പ്രോസ്തെറ്റിക് ഗ്രൂപ്പ്. പ്രോസ്തെറ്റിക് ഗ്രൂപ്പ് ആണ് അതിൽ വരിക, ടൈറ്റ്ലി ബൗണ്ട്. ഓക്കെ. പിന്നെ അല്ലാതെ ഹോളോ എൻസൈം ടോട്ടൽ എൻസൈം ആണ്. പിന്നെ മെറ്റൽ അയോണും കോഫ് എൻസൈമും കോ എൻസൈം ലൂസ്ലി ബൗണ്ട് ആണ്. ടൈറ്റ്ലി ബൗണ്ട് ഓർഗാനിക് മോളിക്യൂൾ എന്ന് പറയുന്നത് പ്രോസ്തെറ്റിക് ഗ്രൂപ്പ് ആണ്. ഓക്കെ. ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 154, 1 is the right answer. ക്വസ്റ്റ്യൻ നമ്പർ 155 എടുക്കാം. റൈബോസൈംസ് ആർ ഡാഷ് ദാറ്റ് ബിഹേവ് ലൈക്ക് എൻ എൻസൈം. നിങ്ങൾക്കറിയാം, നിങ്ങൾ പഠിച്ചിട്ടുണ്ട് NCERT ടെക്സ്റ്റ് ബുക്കിൽ ബയോമോളിക്യൂളിൽ പഠിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഓൾ എൻസൈംസ് ആർ പ്രോട്ടീൻസ് എക്സെപ്റ്റ് റൈബോസൈം. All enzymes are protein except ribosome.
Ribozyme is a RNA. Ribonucleic acid can act as an enzyme activity. They can act as an enzyme. അതിനെയാണ് നമ്മൾ റൈബോസൈം എന്ന് പറയുക. അപ്പോൾ റൈബോന്യൂക്ലിക് ആസിഡ് RNA എന്നുള്ളതാണ്. RNA വേൾഡിൽ നമ്മൾ ഇത് പഠിച്ചിട്ടുണ്ട് മോളിക്കുലാർ ബേസിസിൽ. അപ്പൊ 155 2 is the right answer. 156 എടുക്കാം. Which of the following statement is wrong? ഹൈഡ്രജൻ അല്ലെ, നമ്മൾ പറയുന്നു ഹൈഡ്രജൻ ബോണ്ട് ആർ ക്രൂഷ്യൽ ഫോർ സ്റ്റെബിലൈസിംഗ് ദ ആൽഫ ഹെലിക്കൽ സ്ട്രക്ചർ ഓഫ് എ ഗിവൺ പ്രോട്ടീൻ. ഗിവൺ പ്രോട്ടീന്റെ ആൽഫ ഹെലിക്കൽ സെക്കൻഡറി സ്ട്രക്ചർ, റൈറ്റ് ഹാൻഡഡ് ഹെലിക്സ് പഠിച്ചിട്ടുണ്ട് പ്രോട്ടീനിൽ. ആ ഒരു ആൽഫ ഹെലിക്സ് പ്രൈമറി സ്ട്രക്ചറിന് അത് സ്റ്റെബിലൈസ് ചെയ്യാൻ എന്ത് വേണം? ഹൈഡ്രജൻ ബോണ്ട് ക്രൂഷ്യൽ ആണ് എന്ന് പറയുന്നു. അത് ശരിയാണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്തത് നോക്കാം. ട്രാൻസിയന്റ് സ്റ്റേറ്റ് സ്ട്രക്ചർ ഓഫ് ദ സബ്സ്ട്രേറ്റ് ഫോംഡ് ഡ്യൂറിംഗ് എൻസൈമാറ്റിക് റിയാക്ഷൻ ഈസ് ഹൈലി എനർജി സ്റ്റേറ്റ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. സാധാരണ നിങ്ങൾ ഇവിടെ നമ്മൾ റിയാക്ടന്റ് പഠിച്ചു. ഈ റിയാക്ടന്റിന്റെ എനർജി ഇതാണ്, ഇത് പ്രൊഡക്റ്റ് ആണ്. ഇത് റിയാക്ടന്റ് ആണ്, ഇത് പ്രൊഡക്റ്റ് ആണ്. സത്യത്തിൽ റിയാക്ടന്റിൽ നിന്ന് പ്രൊഡക്റ്റ് ആവുമ്പോൾ എനർജി കൂടുതലുള്ള റിയാക്ടന്റ് എളുപ്പത്തിൽ എനർജി കുറവുള്ള പ്രൊഡക്റ്റ് ആവാം. എക്സോതെർമിക് റിയാക്ഷൻ ആണ്. പക്ഷേ ഇത് എന്ത് ചെയ്യുന്നു? ഇതൊരു മറ്റൊരു സ്റ്റേജിലൂടെ കടന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇങ്ങനെ ഒരു ഹയർ എനർജി ലെവലിലൂടെ കടന്നിട്ടാണ് ആ റിയാക്ടന്റ് പ്രൊഡക്റ്റ് ആയിട്ട് മാറുന്നത്. ഇതാണ് ട്രാൻസിയന്റ് സ്റ്റേജ് എന്ന് പറയാം. ആ ഒരു ട്രാൻസിയന്റ് കണ്ടീഷൻ വളരെ അൺസ്റ്റേബിൾ ആണ്. എന്തുകൊണ്ടാണ് അൺസ്റ്റേബിൾ ആവാൻ കാരണം? അത് റിയാക്ടന്റിനേക്കാൾ ഉയർന്ന ഒരു എന്തിലാണ് കണ്ടില്ലേ, ഒരു എനർജി സ്റ്റേറ്റിലാണ് നടക്കുന്നത്. ഈ ഡിഫറൻസിനെയാണ് നമ്മൾ ആക്ടിവേഷൻ എനർജി എന്ന് പറയുക. ഇപ്പോൾ റിയാക്ടന്റ് ട്രാൻസിയന്റ് സ്റ്റേറ്റ് എന്ന ആ ട്രാൻസിഷൻ സ്റ്റേറ്റ് എന്ന ട്രാൻസിയന്റ് കണ്ടീഷനിലൂടെ പോവണം. അത് ഹൈ എനർജി സ്റ്റേറ്റ് ആണ്. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. കോംപ്ലിമെന്ററി ബേസ് പെയറിംഗ് ഈസ് അപ്ലിക്കബിൾ ടു RNA ഇഫ് നീഡഡ്. RNAയിലും ആവശ്യമുണ്ടെങ്കിൽ കോംപ്ലിമെന്ററി ബേസ് പെയറിംഗ് ഉണ്ട്. അത് നമുക്കറിയുന്ന പോയിന്റ് ആണ്. അത് ശരിയാണ് അല്ലെ. കോൺകാനവാലിൻ A ഈസ് എ ലെക്റ്റിൻ വിച്ച് ഈസ് കാറ്റഗറൈസ് ആസ് പ്രൈമറി മെറ്റബോളൈറ്റ്. ഇത് ശരിയാണോ? ഈ ലെക്റ്റിനിൽ വരുന്നതല്ലേ കോൺകാനവാലിൻ എന്ന് പറയുന്നത്? ലെക്റ്റിൻ ആണ്. ലെക്റ്റിൻസ് ആർ ദ പ്രോട്ടീൻസ് വിച്ച് ബൈൻഡ് വിത്ത് കാർബോഹൈഡ്രേറ്റ്. പലപ്പോഴും നമ്മൾ പല സീഡുകളെയും പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു സംവിധാനമാണിത്. അപ്പൊ ഈ ഒരു ലെക്റ്റിൻ, കോൺകാനവാലിൻ ഒരു ലെക്റ്റിൻ ആണ് എന്ന് പറയുന്നു. ശരിയാണ്. പക്ഷേ അത് പ്രൈമറി മെറ്റബോളൈറ്റ് ആയിട്ടാണോ? ഇത് നമ്മൾ പഠിച്ചത് എന്തിലാ? പ്രൈമറി മെറ്റബോളൈറ്റ് അല്ല. ഇത് ഈസ് എ സെക്കൻഡറി മെറ്റബോളൈറ്റ്. ഇതെന്താണ്? സെക്കൻഡറി മെറ്റബോളൈറ്റിന് ഉദാഹരണമാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, നമ്മൾ ഒരുപാടെണ്ണം പഠിച്ചിട്ടുണ്ട്. ഡ്രഗ്സ് പഠിച്ചിട്ടുണ്ട്, ടോക്സിൻസ് പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെ കുറെ എണ്ണത്തിൽ വരുന്ന സെക്കൻഡറി മെറ്റബോളൈറ്റ് ആണ്. അപ്പൊ പ്രൈമറി മെറ്റബോളൈറ്റ് എന്നുള്ളത് തെറ്റാണ്. നമ്മളോട് റോങ് ചോദിച്ചാൽ 4 is the right answer. Question number 156, 4 is the right answer. Question number 157 എടുക്കാം. സെലക്ട് ദ കറക്റ്റ് മാച്ച് ബേസ്ഡ് ഓൺ ദ ഗ്രാഫ് ഗിവൺ. ഈ ഗ്രാഫിനെ ബേസ് ചെയ്തുള്ള കറക്റ്റ് ഗ്രാഫ്. ഇത് എന്തിനെ ബേസിലുള്ള ക്വസ്റ്റനാ? ബയോമോളിക്യൂൾസില് നമ്മളെ സെല്ലിൽ കാണുന്ന ഓരോ കമ്പോണൻസ് ആണ്. ഇതിൽ A എന്താന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? A എന്ന് പറഞ്ഞാൽ, അതായത് നമ്മൾ പഠിച്ച ഏറ്റവും കൂടുതൽ കാണുന്നത് A എന്താണ്? A എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് വാട്ടർ ആണ് അല്ലെ. B എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രോട്ടീൻ ആണ്. 70 to 90% വാട്ടർ അല്ലെ. നിങ്ങൾ നോക്കൂ, 10 to 15% പ്രോട്ടീൻ. പിന്നെ ഏറ്റവും കൂടുതൽ കാണുന്ന കണ്ടോ, C എന്ന് പറയുന്നത് 5 to 7% ന്യൂക്ലിക് ആസിഡ് ആണ്. അപ്പോൾ ഇത് ന്യൂക്ലിക് ആസിഡ് ആവണം. ഓർഡറിലല്ല തന്നതെന്നുള്ളൂ, ഇത് ന്യൂക്ലിക് ആസിഡ് ആണ്. ഓക്കെ, പിന്നെ എന്താ ഉള്ളത്? പിന്നെ അടുത്തത് 3, 2, 1 ആണ്. കാർബോഹൈഡ്രേറ്റ്, ലിപ്പിഡ്, അയോൺസ്. അപ്പോ ഇത് കാർബോഹൈഡ്രേറ്റ് വരും, കാർബോഹൈഡ്രേറ്റ്. ഇത് ലിപ്പിഡ് വരും, ഇത് അയോൺസ് വരും. ഓക്കെ, ഇത് നമുക്ക് അറിയാലോ. അവിടെ നോക്കൂ, 70 to 90% വാട്ടർ, 10 to 15% പ്രോട്ടീൻ, 5 to 7% ന്യൂക്ലിക് ആസിഡ്, 3% കാർബോഹൈഡ്രേറ്റ്, 2% ലിപ്പിഡ് ആൻഡ് 1% അയോൺ. അങ്ങനെ വരുമ്പോ ഇതിൽ ഏതാ കറക്റ്റ്? A പ്രോട്ടീൻ എന്നാണ് തന്നിരിക്കുന്നത്. നോക്കൂ, ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. A പ്രോട്ടീൻ ആണോ? A വാട്ടർ ആണ്. അതുകൊണ്ട് അത് തെറ്റാണ്. ഈ ലിപ്പിഡ്സ്, ഈ ലിപ്പിഡ് ആണോ നോക്കൂ. യെസ്, ഈ ലിപ്പിഡ് ആണ്, അവിടെ എഴുതിയിട്ടില്ലേ. പിന്നെ B ന്യൂക്ലിക് ആസിഡ് ആണോ? അല്ല, B പ്രോട്ടീൻ ആണ്. അപ്പൊ അതും തെറ്റാണ്. C അയോൺസ് ആണോ? C ന്യൂക്ലിക് ആസിഡ് ആണ്. ഓക്കെ, അപ്പൊ ഉത്തരം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഏത് ഉത്തര കിട്ടിയത്? 2
ഓപ്ഷൻ 2 ആണ്. അതായത് ഇ ഈസ് ഈക്വൽ ടു ലിപ്പിഡ്. ഓരോന്നിന്റെയും പെർസെന്റേജ് പഠിക്കണം. ഇതിന് വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. ഇതിന്റെ ഈ ഓർഡർ പഠിക്കുക. വാട്ടർ, അത് കഴിഞ്ഞാൽ പ്രോട്ടീൻ, അത് കഴിഞ്ഞാൽ ന്യൂക്ലിക് ആസിഡ്, അത് കഴിഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ്, പിന്നെ ലിപ്പിഡ്, പിന്നെ അയോൺ. ഇങ്ങനെ ചോദിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മോസ്റ്റ് അബണ്ടന്റ് മോളിക്യൂൾ ചോദിച്ചാൽ വാട്ടർ ആണ്. പക്ഷെ മോസ്റ്റ് അബണ്ടന്റ് ഓർഗാനിക് ചോദിച്ചാൽ അത് വാട്ടർ അല്ല, പ്രോട്ടീൻ ആണ്. അതുകൂടെ ശ്രദ്ധിക്കുക. അങ്ങനത്തെ ക്വസ്റ്റ്യൻ കൂടെ വരാൻ സാധ്യതയുണ്ട്. പെട്ടെന്ന് നിങ്ങളെ കൺഫ്യൂഷൻ ആക്കില്ല. ഇത് ഇത്ര മനസ്സിലായല്ലോ. ഇത് നിങ്ങളുടെ പേജ് നമ്പർ 147 ബയോമോളിക്യൂൾസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, അതിന്റെ ഓർഡർ ഞാൻ അവിടെ ABCDE എന്നുള്ള F എന്നുള്ള 6 ആ ഓർഡറിൽ എഴുതി വെച്ചിട്ടുണ്ട്. AB കഴിഞ്ഞാൽ പിന്നെ C ന്യൂക്ലിക് ആസിഡ്, പിന്നെ കാർബോഹൈഡ്രേറ്റ്, ലിപ്പിഡ്, അയോൺസ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇപ്പൊ ക്വസ്റ്റ്യൻ നമ്പർ 157 2 ഇസ് ദ റൈറ്റ് ആൻസർ. അതെന്താന്ന് വെച്ചാൽ അവിടെ കറക്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് ആ ലിപ്പിഡ് മാത്രമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 158 എടുക്കാം. സെലക്ട് ദ ഇൻകറക്റ്റ് മാച്ച്. അല്ലെ, ലെസിത്തിൻ ഈസ് എ ഫോസ്ഫോലിപ്പിഡ് ആണല്ലോ. കോമ്പൗണ്ട് ലിപ്പിഡിൽ വരുന്നതാണ് ഫോസ്ഫോലിപ്പിഡ്. അതായത് ഫാറ്റി ആസിഡ്, ഗ്ലിസറോൾ പ്ലസ് തേർഡ് മോളിക്യൂൾ. അത് ഒരു ഫോസ്ഫോറിക് ആസിഡ് റിലേറ്റഡ് ആണെങ്കിൽ ഫോസ്ഫോലിപ്പിഡ്. അതിന് ഉദാഹരണമാണ് ലെസിത്തിൻ. അത് ശരിയാണ്. ഓക്കെ, കോമ്പറ്റീറ്റീവ് ഇൻഹിബിഷൻ ബയോമോളിക്യൂൾസിലെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണിത്. അതായത് കോമ്പറ്റീറ്റീവ് ഇൻഹിബിഷൻ, ഇൻഹിബിറ്റർ ബൈൻഡ് ടു സബ്സ്ട്രേറ്റ് ആണോ? അല്ല. അതായത് എൻസൈമിന്റെ ആക്റ്റീവ് സൈറ്റിന് വേണ്ടി ആരൊക്കെ മത്സരിക്കുന്നു? ഇവിടെ എൻസൈം ഉണ്ട്. ആ എൻസൈമിന്റെ ആക്റ്റീവ് സൈറ്റിന് വേണ്ടി ആരൊക്കെ മത്സരിക്കുന്നത്? സബ്സ്ട്രാക്റ്റും മത്സരിക്കുന്നുണ്ട്, ഇൻഹിബിറ്ററും. അപ്പൊ സബ്സ്ട്രാക്റ്റും ഇൻഹിബിറ്ററും ആർക്ക് വേണ്ടി മത്സരിക്കുന്നു? എൻസൈമിന്റെ ആക്റ്റീവ് സൈറ്റിന് വേണ്ടി മത്സരിക്കുക. അത് രണ്ടിനും, സബ്സ്ട്രാക്റ്റും ഇൻഹിബിറ്റർക്കും ഒരേ മോളിക്കുലർ സ്ട്രക്ചർ ആവും വേണം. അതാണ് കോമ്പറ്റീറ്റീവ് ഇൻഹിബിഷൻ എന്ന് പറയുന്നത്. അതിനകത്ത് ഇൻഹിബിറ്റർ പോയിട്ട് സബ്സ്ട്രാക്റ്റിനോടല്ല അറ്റാച്ച്, അവിടെ ഇതിനോടല്ല അറ്റാച്ച് ചെയ്യുന്നത്. ഇവിടെ അല്ല, തെറ്റാണ്. അറ്റാച്ച് ചെയ്തിരിക്കുന്നത് എൻസൈമിനോടാണ്. ഓക്കെ, അപ്പോൾ അത് തെറ്റാണ്. ദെൻ നെക്സ്റ്റ് പോയിന്റ്, ഹെട്രോസൈക്ലിക് റിംഗ് അല്ലെ, നൈട്രജൻ ഉള്ള കാർബൺ മാത്രമല്ലാത്ത മറ്റ് എലമെന്റ്സ് ഉള്ളതാണ് ഹെട്രോസൈക്ലിക്. ആ ഹെട്രോസൈക്ലിക് അതിൽ നൈട്രജൻ ഉള്ള റിംഗ് ആണ് അഡനിൻ ആൻഡ് ഗ്വാനിൻ. അത് പ്യൂരിൻസ് ആണ്. ശരിയാണ്. കോ എൻസൈം വൈറ്റമിൻ ഡെറിവേറ്റീവ്സ് ആണ്. പല കോ എൻസൈം ലൈക്ക് NAD, NADP, FAD, നിക്കോട്ടിനിക് ആസിഡ്, റൈബോഫ്ലാവിൻ, ഇതൊക്കെ ബി കോംപ്ലക്സ് വൈറ്റമിൻ ആണ്. അപ്പോൾ കോ എൻസൈംസ് ആർ വൈറ്റമിൻ ഡെറിവേറ്റീവ്സ്. ശരിയാണ്. അപ്പോൾ നമ്മളോട് ഇൻകറക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ 3 is the incorrect statement. Sorry, 2 is the 3 അല്ലല്ലോ അല്ലെ, 2 അല്ലടാ. 2 is the incorrect statement and correct answer. 3 അല്ല, 2 is the incorrect statement and right answer for question number 158. 2 ആണ്. 2 ഞാൻ 2 ഒക്കെ ഇത് ചെയ്തിട്ട് പിന്നെ 3 ടിക്ക് ചെയ്ത് വരാം. 2 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 159 അഗൈൻ മാച്ച് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻ അല്ലേടാ അത്. അതായത് നമുക്ക് ABCDE. നിങ്ങളെ ഞാൻ കളിയാക്കിയതല്ല കേട്ടോ. ഇത് ഇഷ്ടമുള്ളതെന്ന് പറയാനുള്ള കാരണം ഈ ഒരു ക്വസ്റ്റ്യനിലൂടെ 5 കാര്യങ്ങളാണ് നിങ്ങൾ പഠിച്ചു പോകുന്നത്. മാച്ച് ചെയ്യല. മറ്റാകുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഒരെണ്ണം കിട്ടുള്ളൂ. ഇത് ഒരെണ്ണത്തിലൂടെ 5 പോയിന്റ് ആണ് പഠിക്കുന്നത്. ഇപ്പൊ ക്വസ്റ്റ്യൻ നമ്പർ 159 നമുക്ക് നോക്കാം എന്താണ് വരിക എന്നുള്ളത്. സെല്ലുലോസ് എന്താ? സെല്ലുലോസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്റ്റാർച്ചും സെല്ലുലോസും ഹോമോപോളിസാക്കറൈഡ് ഓഫ് ഗ്ലൂക്കോസ് ആണ്. അത് രണ്ടും പ്ലാന്റ്സിൽ കാണുന്നു. അതിൽ സ്റ്റാർച്ചില് ഹെലിക്കൽ സ്ട്രക്ചർ ഉണ്ട്. അതുകൊണ്ട് അയഡിനെ ഹോൾഡ് ചെയ്യുന്നു, അയഡിനുമായിട്ട് കളർ ചേഞ്ച് ഉണ്ടാക്കുന്നു. അതേസമയം സെല്ലുലോസിൽ ഒരു ഹെലിക്കൽ സ്ട്രക്ചർ ഇല്ല. അതുകൊണ്ട് അയഡിനെ ഹോൾഡ് ചെയ്യാൻ പറ്റില്ല, കളർ ചേഞ്ച് വരില്ല. അപ്പോൾ നമുക്കിത് കൊടുത്തൂടെ? കനോട്ട് ട്രാപ്പ് അയഡിൻ മോളിക്യൂൾ 5 കൊടുത്തൂടെ? അവിടെ സെല്ലുലോസിന് അയഡിൻ മോളിക്യൂളിനെ ട്രാപ്പ് ചെയ്യാൻ കഴിവില്ല, ഹെലിക്കൽ സ്ട്രക്ചർ ഇല്ല. രണ്ടാമത്തേത് കൈറ്റിൻ. കൈറ്റിൻ N അസിറ്റൽ ഗ്ലൂക്കോസമീൻ കൊണ്ടുണ്ടാക്കുന്ന ഹോമോ പോളിസാക്കറൈഡ് ആണ് കൈറ്റിൻ. ഇവിടെ നമുക്ക് എന്ത് പറയാം? എക്സോസ്കെൽട്ടൻ ഓഫ് ആർത്രോപോഡ്. ആർത്രോപോഡിന്റെ എക്സോസ്കെൽട്ടൻ. ശരിയാണ്. ദെൻ ഇനുലിൻ. ഇൻസുലിൻ അല്ല, ഇനുലിൻ. ഇനുലിൻ ഹോമോ പോളിമർ ഓഫ് ഫ്രക്ടോസ്. ഫ്രക്ടോസിന്റെ ഒരു ഹോമോ പോളിമർ ആണ്, അറിയാം അല്ലെ? ഹോമോ പോളിസാക്കറൈഡ് ഓഫ് ഫ്രക്ടോസ്. അപ്പൊ 1 കൊടുക്കാം. പിന്നെ ഗ്ലൈക്കോജൻ. ഗ്ലൈക്കോജൻ എന്താ? ഗ്ലൈക്കോജൻ ഈസ് ഓൾസോ എ ഹോമോ പോളിസാക്കറൈഡ് ഓഫ് ഗ്ലൂക്കോസ്. പക്ഷെ അത് ബ്രാഞ്ചഡ് ആണ്. അപ്പോൾ നമുക്ക് ബ്രാഞ്ചഡ് പോളിമർ ഗ്ലൂക്കോസ് എന്നുള്ളത് കൊടുക്കാം. യെസ്, 4 എണ്ണ എവിടെ ഉള്ളൂ, 5 എണ്ണം ഇല്ല. അപ്പൊ അല്ലെ 4 എണ്ണേ ഉള്ളൂ. അപ്പൊ ഏതാ ഓപ്ഷൻ വരിക നോക്കൂ. 5 4 5 4 1 5 4 1 3 അല്ലെ? അപ്പൊ എന്താ 5 4 1 3 പറയുമ്പോ 1 വരും.
ഫോർ ക്വസ്റ്റ്യൻ നമ്പർ ഇതിനകത്ത് 2 ഇതിനകത്ത് ഒന്നിലും കൊടുത്തിട്ടില്ല. കാരണം സ്ട്രക്ചറൽ ഹെട്രോപോളിസാക്കറൈഡ് എന്നുള്ളത് വേറെ എവിടെ ഇല്ല. അതുകൊണ്ട് 1 5 ഉണ്ട്, 4 ഉണ്ട്, 1 ഉണ്ട്, 3 ഉണ്ട്. സോ 5 4 1 3 എന്ന് പറയുമ്പോൾ ഓപ്ഷൻ 1 ആണ്. ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 159 1 ഈസ് ദ റൈറ്റ് ഓപ്ഷൻ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 160 നോക്കാം. നമ്മളെ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസിൽ ഒരു ക്വസ്റ്റ്യൻ ആണ്. സ്റ്റഡി ദ പെഡിഗ്രി ചാർട്ട് ഗിവൺ ബിലോ ടു ഐഡന്റിഫൈ ദ ഡിസോർഡർ. ഈ ഡിസോർഡർ എന്താണ്? ആദ്യമായിട്ട് ഈ ഡിസോർഡർ ഓട്ടോസോമൽ ആണോ സെക്സ് ലിങ്ക്ഡ് ആണോ എന്ന് നോക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ അത് ഡോമിനന്റ് ആണോ റിസസീവ് ആണോ എന്ന് നോക്കണം. ഈ 4 കാര്യം നോക്കാം. ആദ്യം നമുക്ക് നോക്കാം ഇത് സെക്സ് ലിങ്ക്ഡ് ആണോ ഓട്ടോസോമൽ ആണോ. നോക്കൂ, ഇതിൽ അമ്മയ്ക്ക് രോഗമുണ്ട്, അച്ഛന് രോഗമില്ല. അമ്മയ്ക്ക് രോഗമുണ്ട് അല്ലെങ്കിൽ കാരിയർ ആണെങ്കിൽ മകന് രോഗം ഉണ്ടാവാം സെക്സ് ലിങ്ക്ഡ് ആണെങ്കിൽ. പക്ഷേ അമ്മയ്ക്ക് രോഗമുണ്ട്, മകൾക്കും രോഗമുണ്ട്. ഇവിടെ മകൾക്ക് രോഗമുണ്ട്, അമ്മയിൽ നിന്ന് മകൾക്ക് നേരിട്ട് രോഗം കിട്ടുന്നു, പക്ഷെ അച്ഛന് രോഗമില്ല. അപ്പൊ ഇത് സെക്സ് ലിങ്ക്ഡ് അല്ല. ഇത് എന്താണ്? ഇത് ഓട്ടോസോമൽ ആണ്. അപ്പൊ നമുക്കിത് ഓട്ടോസോമൽ ആണ് എന്ന് കിട്ടി. അടുത്തത് എന്താ? അടുത്ത പ്രശ്നം ഇത് ഡോമിനന്റ് ആണോ റിസസീവ് ആണോ എന്നുള്ളതാണ്. അവിടെ നിങ്ങൾ നോക്കൂ, ഇവിടെ ഈ മകന് രോഗമുണ്ട്, അവരുടെ മകൾക്ക് രോഗമുണ്ട്, അവരുടെ പാരന്റ് അമ്മയ്ക്കും രോഗമുണ്ട്. അതേപോലെ തന്നെ ഈ കുഞ്ഞിന് രോഗമുണ്ട്, മകൾക്ക് രോഗമുണ്ട്, അവരുടെ അമ്മയ്ക്കും രോഗമുണ്ട്. അപ്പൊ എല്ലാ ജനറേഷനിലും ഇത് വരുന്നുണ്ട് അല്ലേ? കാരണം നോക്കൂ, അമ്മയ്ക്ക് രോഗമുണ്ട്, അവരുടെ മക്കൾക്കുണ്ട്, അതിന്റെ മകൾക്കുണ്ട്, അവരുടെ മകളുണ്ട്. അപ്പൊ എന്താ, എല്ലാ ജനറേഷനിലും രോഗം ഉണ്ടാവുകയാണെങ്കിൽ അത് ഡോമിനന്റ് ആണ്. അപ്പൊ ഒരു ജനറേഷനിലില്ല, അടുത്ത ജനറേഷനിലുണ്ട്, കാരണം തൊട്ട് മുമ്പ് ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ വരുന്നതാണ് നമ്മള് റിസസീവ് എന്ന് പറയാ. അപ്പൊ ഇത് ഡോമിനന്റുമാണ് ഓട്ടോസോമലുമാണ്. കാരണം അമ്മയിൽ നിന്ന് മകനും മകൾക്കും ഉണ്ടാവുന്ന അച്ഛൻ ഇതില് രോഗിയല്ല. അപ്പോൾ ക്രിസ് ക്രോസ് ഫോളോ ചെയ്യുന്നതല്ല, സെക്സ് ലിങ്ക്ഡ് അല്ല ഇത്. അപ്പൊ ഓട്ടോസോമലാണ്, എല്ലാ ജനറേഷനിലും ഉണ്ട്. അപ്പൊ ഡോമിനന്റ് ആണ്. സിക്കിൾ സെൽ അനീമിയ വരുവോ? സിക്കിൾ സെൽ അനീമിയ വരൂല. കാരണം സിക്കിൾ സെൽ അനീമിയ ഡോമിനന്റ് അല്ല, അതായത് ഓട്ടോസോമൽ ആണ്, പക്ഷെ അത് റിസസീവ് ആണ്, അതുകൊണ്ട് അത് വരില്ല. പിന്നെ ഹീമോഫീലിയ വരുവോ? ഹീമോഫീലിയ വരില്ല, കാരണം അത് സെക്സ് ലിങ്ക്ഡ് ഓർ എക്സ് ലിങ്ക്ഡ് ആണ്. ഇതല്ലല്ലോ, അതും വരില്ല. മയോട്ടോണിക് ഡിസ്ട്രോഫി വരുവോ? മയോട്ടോണിക് ഡിസ്ട്രോഫി വരും, അത് ഓട്ടോസോമൽ ഡോമിനന്റ് ആണ്. ദിസ് ഈസ് എൻ ഓട്ടോസോമൽ അല്ലെ, ഇത് ഓട്ടോസോമൽ ഡോമിനന്റ് ആണ്. ഇതെന്താണ്? ഓട്ടോസോമൽ റിസസീവ് ആണ്. അതുകൊണ്ട് ഇത് വരൂല, ഇത് വരും. ഇത് എക്സ് ലിങ്ക്ഡ് ആണ്, അതുകൊണ്ട് അതും വരൂല. പിന്നെ ഫിനൈൽ കീറ്റോൺ യൂറിയോ? ഫിനൈൽ കീറ്റോൺ യൂറിയ എന്ന് പറഞ്ഞാൽ ഓട്ടോസോമൽ റിസസീവ് ആണ്, ഡോമിനന്റ് അല്ല. അപ്പോൾ ഏതാ ഉത്തരം വരാം? മയോട്ടോണിക് ഡിസ്ട്രോഫി ഈസ് ദ റൈറ്റ് ആൻസർ ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 160. ക്വസ്റ്റ്യൻ നമ്പർ 161 എടുക്കാം. റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് 1 to 4. The factors never blend in heterozygous condition. Heterozygous condition ആകുമ്പോൾ ഇപ്പൊ നമ്മളൊരു ഉദാഹരണം എടുക്കാം, ക്യാപിറ്റൽ ടി സ്മോൾ ടി എടുക്കാം. ഇതൊരു ഹെറ്ററോസൈഗസ് കണ്ടീഷൻ ആണ്. ഈ ഹെറ്ററോസൈഗസ് കണ്ടീഷനിലുള്ള ഫാക്ടേഴ്സ് എന്ത് ചെയ്യുന്നില്ല? ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല? ബ്ലെൻഡ് ചെയ്യുന്നില്ല. അത് ശരിയായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ചേഞ്ചസ് ഇൻ എ സിംഗിൾ ബേസ് പെയർ ഓഫ് DNA does not cause mutation. അതായത് സിംഗിൾ ബേസ് പെയർ DNA സിംഗിൾ ബേസ് പെയറിൽ ചേഞ്ച് വന്നാൽ ഡസ് നോട്ട് കോസ് മ്യൂട്ടേഷൻ ആണ്. തെറ്റാണ്. കാരണം ഇത് പോയിന്റ് മ്യൂട്ടേഷൻ ആണ്. ഒരു ബേസ് പെയറിൽ വരും, സിംഗിൾ ബേസ് പെയറിൽ വന്നാൽ നമ്മൾ അതിനെ പോയിന്റ് മ്യൂട്ടേഷൻ എന്ന് പറയും. ഒന്നിൽ കൂടുതൽ ബേസസ് വരുമ്പോൾ ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ എന്ന് പറയും. അപ്പം ഒന്നിൽ കൂടുതൽ മാത്രമല്ല, ഒന്നിൽ വന്നാലും മ്യൂട്ടേഷൻ സംഭവിക്കാം, അത് പോയിന്റ് മ്യൂട്ടേഷൻ ആണ്. സംഭവിക്കൂല എന്നാ പറഞ്ഞത്, തെറ്റാണ്. ക്യാൻസർ സെൽ കോമൺലി ഷോ ക്രോമസോമൽ അബ്രേഷൻ, ക്രോമസോമൽ അബ്നോർമാലിറ്റി ക്യാൻസർ സെൽ സാധാരണയായി കാണിക്കുന്നു, നമുക്കറിയുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. പിന്നെ ഇൻ ചിക്കൻ, അതായത് ഹെൻ, സെക്സ് ക്രോമസോം ഇൻ മെയിൽ ZW ആണോ? ബേർഡ്സില് മെയിൽ എന്ന് പറഞ്ഞാൽ സെഡ് ആണ് മെയിൽ, അതായത് ഹോമോസൈഗസ് മെയിൽ ആൻഡ് ZW ഫീമെയിൽ ആണ്, ഹെട്രോസൈഗസ് ഫീമെയിൽ ആണ്. തന്നിരിക്കുന്നത് നോക്കൂ, മെയിൽ ZWയും ഫീമെയിൽ സെഡുമാണ്. തെറ്റല്ലേ? അതായത് ഫീമെയിൽ ഹെട്രോഗാമെട്രി നമ്മൾ പഠിക്കുന്ന ഒരേ ഒരു ഉദാഹരണം ഈ ബേർഡ്സ് ആണ്. ഇവിടെ ഫീമെയിൽ ആണ് ഹെട്രോഗാമെട്രിക്. ഓക്കെ, അപ്പോൾ അത് തെറ്റാണ്. എത്ര എണ്ണം ശരിയുണ്ട് ഇതിനകത്ത്? നമ്മളോട് ചോദിച്ചിരിക്കുന്നത് റീഡ് ദ ഫോളോയിങ് ഹൗ മെനി ഓഫ് ദ അബൌവ് സ്റ്റേറ്റ്മെന്റ്സ് ആർ റൈറ്റ് എന്നാണ്. ശരിയായത് ഏതാണ്? അപ്പൊ 2 എണ്ണം ശരിയാണ്. ഓക്കെ ഓക്കെ, 1 is the right answer for question number 161.
Question number 162 എടുക്കാം. This is a question from evolution. Embryological support for evolution proposed by Ernst Haeckel. Ernst Haeckelന്റെ റീക്യാപിറ്റുലേഷൻ തിയറി അത് ആരാണ് ഡിസ്പ്രൂവ് ചെയ്തത്? ഈ റീക്യാപിറ്റുലേഷൻ തിയറിയിൽ പറയുന്ന ഓണ്ടോജനി, റീക്യാപിറ്റുലേറ്റ് ഫൈലോജനി, എംബ്രിയോണിക് സ്റ്റേജ് അല്ലെ, ഡെവലപ്മെന്റൽ സ്റ്റേജ്, റീക്യാപിറ്റുലേറ്റ് ഓർ റിപ്പീറ്റ് ദ എവല്യൂഷണറി സ്റ്റേജ് എന്നാണ്. ഓണ്ടോജനി, റീക്യാപിറ്റുലേറ്റ് ഫൈലോജനി ഏൺസ്റ്റ് ഹാക്കലിന് എന്താണ് പറഞ്ഞത്? അതായത് നമ്മുടെ പൂർവികന്റെ അഡൽട്ട് ക്യാരക്ടേഴ്സ് മറ്റുള്ള ജീവികൾ അത് എംബ്രിയോണിക് സ്റ്റേജിൽ കാണിക്കാം, ഈ ഫെറിഞ്ചിയൽ ഗ്ലിസറിഡ് വെച്ചുകൊണ്ടാണ് പറഞ്ഞത്. എന്നാൽ ഇത് തെറ്റാണെന്ന് ആരാണ് തെളിയിച്ചത്? വോൺ ബെയർ ആണ് തെളിയിച്ചത്. വോൺ ബെയർ ഇത് തെറ്റാണെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 162 4 is the right answer. ഇതാ നിങ്ങളുടെ എംബ്രിയോളജിക്കൽ സപ്പോർട്ട് ഓഫ് എവല്യൂഷൻ എന്ന് പറഞ്ഞിട്ട് NCERT ഉള്ള ഈ പാരഗ്രാഫ് വായിച്ചു നോക്കൂ. ദിസ് വാസ് പ്രൊപ്പോസ്ഡ് ബൈ ഏൺസ്റ്റ് ഹെക്കൽ അല്ലെ. എന്താണ് ഇതിൽ പറയുന്നത്? ദി എംബ്രിയോ ഓഫ് ഓൾ വെർട്ടിബ്രേറ്റ് ഇൻക്ലൂഡിംഗ് ഹ്യൂമൻ ഡെവലപ്ഡ് എ റോ ഓഫ് വെസ്റ്റീജിയൽ ഗ്ലിസറേറ്റ് ജസ്റ്റ് ബിഹൈൻഡ് ദ ഹെഡ്. ഇത് പക്ഷേ ഇത് ആരിൽ മാത്രമേ കാണുന്നുള്ളൂ? ഫിഷിൽ മാത്രമേ കാണുള്ളൂ. ബാക്കിയുള്ള ആൾക്കാരൊക്കെ എംബ്രിയോണിക് സ്റ്റേജിൽ കാണിക്കുന്നുണ്ടാവാം. But however, this proposal was disproved on careful study by Ernst Warbeer. Okay, അപ്പൊ അതുകൊണ്ട് നമ്മൾ ഉത്തരത്തിൽ എന്ത് വരും? വോൺ ബെയർ എന്നുള്ള ഉത്തരം ക്വസ്റ്റ്യൻ നമ്പർ 162 വരണം. ഇത് നിങ്ങളുടെ NCERT ടെസ്റ്റിലെ എവല്യൂഷനില് എംബ്രിയോണിക് സപ്പോർട്ട് എന്നുള്ള ഭാഗത്തുള്ളതാണ്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 163 ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ റിഗാർഡിംഗ് ആന്റിബോഡീസ്. ആന്റിബോഡീസ് ഇമ്മ്യൂണോഗ്ലോബിൻസ് IG എന്ന് പറയില്ലേ? ഈ ഇമ്മ്യൂണോഗ്ലോബുലിൻ IG എടുക്കുമ്പോ 5 തരത്തിലുള്ള IG ഉണ്ട് അല്ലെ. അതിൽ ഏതൊക്കെയാ? ഒന്ന് IgG ഉണ്ട്, പിന്നെ IgA ഉണ്ട്, IgM ഉണ്ട് അല്ലെ, IgD ഉണ്ട്, പിന്നെ IgE ഉണ്ട്. ഇതിൽ നമ്മളോട് കുറച്ചോളം ചോദിച്ചിട്ടുണ്ട്. IgA ഹെൽപ്പ് ഇൻ അലർജിക് റിയാക്ഷൻ. തെറ്റല്ലേ? IgA എന്ന് പറയുന്നത് കൊളസ്ട്രത്തിൽ കാണുന്ന, ഏറ്റവും കൂടുതൽ കാണുന്ന കൊളസ്ട്രത്തിൽ കാണുന്ന ഒരു ആന്റിബോഡിയാണ്. കൊളസ്ട്രത്തിൽ മാത്രമല്ല, പക്ഷെ കൊളസ്ട്രത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ആന്റിബോഡിയാണ് IgA. അപ്പൊ അത് തെറ്റാണ്. IgG ക്രോസ് പ്ലാസെന്റ, അത് ശരിയാണ്. IgG is the most abundant immunoglobulin and the only immunoglobulin that can pass through placenta. അതുകൊണ്ടാണ് നിങ്ങൾ പഠിച്ചത് പാസീവ് ഇമ്മ്യൂണിറ്റിയിലെ IgA കൊളസ്ട്രം വഴി IgAയും അതുപോലെ പ്ലാസെന്റ വഴി IgGയും, ജനിക്കുന്നതിന് മുമ്പേ IgG വഴിയും ജനിച്ചു കഴിയുമ്പോൾ IgA വഴിയും അമ്മ കുഞ്ഞിന് സംരക്ഷണം നൽകുന്നു. പാസീവ് ഇമ്മ്യൂണൈസേഷൻ, കാരണം ആന്റിബോഡി നേരിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ IgG can cross placenta is the most abundant immunoglobulin. ശരിയാണ്. IgE ഫൗണ്ട് ഇൻ സെക്രീഷൻ അല്ല, IgM ഫൗണ്ട് ഇൻ കൊളസ്ട്രോൾ അല്ല. ഇത് ഒക്കെ തിരിച്ചും മറിച്ചുമായിട്ടിരിക്കുന്നത്. അപ്പൊ എന്താ വേണ്ടി? IgE ആണ് മേലെ വേണ്ടത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് IgG ക്രോസ് പ്ലാസെന്റ എന്നുള്ള ഉത്തരമാണ് നമുക്ക് ഇവിടെ വേണ്ടത്. കറക്റ്റ് ആണ് ചോദിച്ചത്. സോ 2 is the right answer. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 164 comprehend the statement A and B and select the correct option. ഓക്കെ, നോക്കാം എന്താണ് ക്വസ്റ്റ്യൻ നോക്കാം. സ്റ്റേറ്റ്മെന്റ് A, നിക്കോട്ടിൻ stimulate the cortical region of adrenal gland to release catecholamines. അത് ശരിയോ തെറ്റോ? അതായത് നിക്കോട്ടിൻ സ്റ്റിമുലേറ്റ് ദ കോർട്ടിക്കൽ റീജിയൻ ഓഫ്, ഇതിൽ കുറെ ശരിയുണ്ട്. നിക്കോട്ടിൻ സ്റ്റിമുലേറ്റ് ദ അഡ്രിനൽ ഗ്ലാൻഡ് ടു റിലീസ് കാറ്റക്കോളമൈൻ, അഡ്രിനാലിൻ ശരിയാണ്. പക്ഷേ ഇത് സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഭാഗമാണ് പ്രശ്നം. ഇത് കോർട്ടിക്കൽ റീജിയൻ അല്ല സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. കാരണം കോർട്ടിക്കൽ റീജിയനെ സ്റ്റിമുലേറ്റ് ചെയ്താൽ കോർട്ടിക്കോസ്റ്റീറോയിഡ്സേ ഉണ്ടാവുള്ളൂ. അഡ്രിനൽ ഗ്ലാൻഡ് എവിടെയാണ്? അഡ്രിനൽ മെഡുല്ലേനെയാണ്. എങ്കിൽ മാത്രമേ അതിനകത്തുനിന്ന് അഡ്രിനാലിൻ, നോർ അഡ്രിനാലിൻ, കാറ്റക്കോളമൈൻ ഉണ്ടാവുള്ളൂ. ഇപ്പൊ നിക്കോട്ടിൻ സ്റ്റിമുലേറ്റ് ദ കോർട്ടിക്കൽ റീജിയൻ ഓഫ് ദ അഡ്രിനൽ ഗ്ലാൻഡ് തെറ്റാണ്. അഡ്രിനാലിൻ ആൻഡ് സ്റ്റിറോയിഡ്സ് ആർ യൂസ്ഡ് ഫോർ ദ ട്രീറ്റ്മെന്റ് ഓഫ് അലർജി. ശരിയല്ലേ? അലർജിക്ക് നമ്മൾ ഉപയോഗിക്കുന്ന മെഡിസിൻ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം. അലർജിക്ക് ഉപയോഗിക്കുന്ന മെഡിസിൻ ആന്റി ഹിസ്റ്റമിൻ, ബിക്കോസ് ഹിസ്റ്റമിൻ ഈസ് റെസ്പോൺസിബിൾ ഫോർ അലർജി. ആന്റി ഹിസ്റ്റമിൻ മരുന്നുകൾ ഉപയോഗിക്കാറുണ്ട്. പിന്നെ സ്റ്റിറോയിഡ്സ് പെട്ടെന്ന് എഫക്ട് ചെയ്യാൻ ഉപയോഗിക്കാറുണ്ട്. എമർജൻസി സിറ്റുവേഷനിൽ അഡ്രിനാലിനും ഉപയോഗിക്കാറുണ്ട്. അപ്പൊ അഡ്രിനാലിൻ ആൻഡ് സ്റ്റിറോയിഡ്സ് ആർ യൂസ്ഡ് ഇൻ ദ ട്രീറ്റ്മെന്റ് ഓഫ് അലർജി അലോങ് വിത്ത് ആന്റി ഹിസ്റ്റമിൻ എന്ന് പറയുന്നത് ശരിയാണ്. അപ്പോൾ നമ്മൾ ചോദ്യത്തിൽ വന്ന 164 ഓൺലി സ്റ്റേറ്റ്മെന്റ് ബി ഇസ് കറക്റ്റ് എന്നല്ലേ പറയുക. ബോത്ത് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് അല്ല, ബോത്ത് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റും അല്ല, എ കറക്റ്റും അല്ല. അപ്പോൾ 4 is the right answer. Only
ഓൺലി സ്റ്റേറ്റ്മെന്റ് ബി ഈസ് കറക്റ്റ്. ബി മാത്രമാണ് കറക്റ്റ്. എ ഈസ് ഇൻകറക്റ്റ് ആൻഡ് ബി ഈസ് കറക്റ്റ്. അതാണ് ക്വസ്റ്റ്യൻ നമ്പർ 164. ക്വസ്റ്റ്യൻ നമ്പർ 165 എടുക്കാം. ഇഫ് എനി ഓർഗാൻ ഫെയിൽ ടു ഫംഗ്ഷൻ satisfactorily, transplantation is the only remedy to enable the patient live in normal life. ഇപ്പോൾ ഒരു രക്ഷയില്ലെങ്കിൽ ഓർഗാൻ ട്രാൻസ്പ്ലാന്റേഷൻ, അവയവം മാറ്റിവെക്കലാണ് ഏറ്റവും അവസാനത്തെ മാർഗം. ഓൾ ദ ഫോളോയിങ് ആർ ട്രൂ വിത്ത് റെസ്പെക്ട് ടു ട്രാൻസ്പ്ലാന്റേഷൻ എക്സെപ്റ്റ്. ട്രൂ അല്ലാത്തത് ഏതെന്നാണ് ചോദ്യം. എല്ലാം ശരിയാണ്, ഒരെണ്ണം തെറ്റുണ്ട്. അതേതാ? ടിഷ്യൂ മാച്ചിങ് ഈസ് എസെൻഷ്യൽ ഫോർ അണ്ടർടേക്കിംഗ് എനി ഗ്രാഫ്റ്റ്. ഒരു ഗ്രാഫ്റ്റിംഗ് അഥവാ ട്രാൻസ്പ്ലാന്റേഷൻ നടക്കുന്നതിന്റെ മുമ്പേ നമ്മൾ ടിഷ്യൂ മാച്ചിങ് നോക്കണം. സത്യമാണ്. അതല്ലേ നിങ്ങൾ കേട്ടില്ലേ, എ പോസിറ്റീവ് കിഡ്നി ആവശ്യമുണ്ടെന്നൊക്കെ പറഞ്ഞ പേപ്പറിലൊക്കെ വരുന്ന കണ്ടിട്ടില്ലേ? അതാണ്. അടുത്തത്, ടി ലിംഫോസൈറ്റ്സ് പ്ലേ ആൻ ഇമ്പോർട്ടന്റ് റോൾ ഇൻ ഗ്രാഫ്റ്റ് റിജക്ഷൻ. നമ്മൾ NCERT കൃത്യമായി കൊടുത്തിട്ടുണ്ട്. CMI, സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി ഈസ് റെസ്പോൺസിബിൾ ഫോർ ഗ്രാഫ്റ്റ് റിജക്ഷൻ. എന്താണ് AMIയും CMIയും തമ്മിലുള്ള വ്യത്യാസം? antibody mediated immunity or humoral immunity, direct involvement of B lymphocytes ആണ്. CMI, cell mediated immunity, direct involvement of T lymphocytes ആണ്. അപ്പോൾ T lymphocytesന്റെ ഇൻവോൾവ്മെന്റിലുള്ള സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി കാരണമാണ് ഗ്രാഫ്റ്റ് റിജക്ഷൻ നടക്കുന്നത്. അത് ശരിയാണ്. പേഷ്യന്റ് ടേക്ക് ഇമ്മ്യൂണോസപ്രസീവ് ഫോർ ഫ്യൂ വീക്സ് ഓൺലി. തെറ്റാണ്. ഓൾമോസ്റ്റ് ലൈഫ് ലോങ് വരെ ഉപയോഗിക്കേണ്ടി വരും. കാരണം എപ്പോഴാണ് എന്ത് ചെയ്യാൻ പറ്റൂല, ഈ ഒരു റിജക്ട് ചെയ്യാന്ന് പറയാം. അപ്പൊ അതുകൊണ്ട് തന്നെ പേഷ്യന്റ് ഇമ്മ്യൂണോസപ്രസീവ് ഏജന്റ്, സൈക്ലോസ്പോറിൻ എ പോലുള്ള ഇമ്മ്യൂണോസപ്രസീവ് ഏജന്റ് ഫ്യൂ വീക്സ് മാത്രം കഴിച്ചാൽ പോരാ. അത് തെറ്റാണ്. ലൈഫ് ലോങ് ചിലപ്പോൾ കഴിക്കേണ്ടി വരും. പിന്നെ ബ്ലഡ് ഗ്രൂപ്പ്സ് മാച്ചിങ് ഈസ് ഇമ്പോർട്ടന്റ് ഫോർ ട്രാൻസ്പ്ലാന്റേഷൻ. അതും ശരിയല്ലടാ. അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഏതൊക്കെ ശരിയാണെന്നല്ല, തെറ്റായത് ഏതാണെന്നാണ് ചോദിച്ചത്. സോ 3 is the right answer for question number 165. Question number 166 എടുക്കാം. യെസ്, അസർഷൻ റീസൺ ക്വസ്റ്റ്യൻ ആണ്. ദ യൂസ് ഓഫ് പാത്തോജൻ സച്ച് ആസ് ബെക്കുലോവൈറസ് ഈസ് എ ബയോകൺട്രോൾ ഏജന്റ് ഇൻ ഇക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയ ഷുഡ് ബി അവോയ്ഡഡ്. നമ്മൾ ഒഴിവാക്കണം എന്നാ പറയുന്നത്. അതായത് പാത്തോജൻസ് ലൈക്ക് ബെക്കുലോ വൈറസ്. ഈ ബെക്കുലോ വൈറസ് ആർത്രോപോഡിനെ ആക്രമിക്കുന്ന ഒരു വൈറസ് ആണ്. ഈ NPV, ന്യൂക്ലിയോ പോളിഹെഡ്രോ വൈറസ് കാറ്റഗറി. അപ്പൊ ഇതൊരു പാത്തോജൻ ആണ്. ബെക്കുലോ വൈറസ് ഒരു ബയോ കൺട്രോൾ ഏജന്റുമാണ്. പക്ഷെ അത് നമ്മൾ ഇക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയയിൽ ഉപയോഗിക്കാം. കാരണം എന്താന്ന് വെച്ചാൽ ഇതൊരു സ്പീഷീസ് സ്പെസിഫിക് നാരോ സ്പെക്ട്രം അല്ലെ ഇൻസെക്ടിസൈഡൽ ആപ്ലിക്കേഷൻ ആണ്. നാരോ സ്പെക്ട്രം ആണ്. അതുപോലെ തന്നെ സ്പീഷീസ് സ്പെസിഫിക് ആരും അത് കൂടുതൽ ആൾ ആക്രമിക്കില്ല. അപ്പൊ അതുകൊണ്ട് ഇത് തെറ്റാണ് പോയിന്റ് അല്ലെ. പിന്നെയോ ബെക്കുലോ വൈറസ് ആർ ബ്രോഡ് സ്പെക്ട്രം ജനറൽ ഇൻസെക്ടിസൈഡ് ആണോ? ബ്രോഡ് സ്പെക്ട്രം ആണോ? നാരോ സ്പെക്ട്രം സ്പീഷീസ് സ്പെസിഫിക് ആണ്. അപ്പൊ ഇത് മൊത്തം തെറ്റാണ്. അപ്പോൾ ഇതിൽ ഏത് വരും? ക്വസ്റ്റ്യൻ നമ്പർ 166 എ ഫോൾസ് ആണ്, ആറും ഫോൾസ് ആണ്. സോ 3 is the right answer here. എ ഫോൾസ് ആണ്, അതേപോലെ തന്നെ അസർഷനും ഫോൾസ് ആണ്, റീസണും ഫോൾസ് ആണ്. അപ്പൊ ഇവിടുത്തെ ഈ ഓപ്ഷനിൽ അത് 3 ആണ് വരുന്നത്. എ ഈസ് ഫോൾസ്, ആർ ഈസ് ഫോൾസ്. നിങ്ങൾ നോക്കണം, ഈ ജനറൽ സജഷൻ ശ്രദ്ധിക്കണം. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 167. ഓൾ ദ ഫോളോയിങ് വിൽ ബി ട്രൂ ഫോർ ട്രൈക്കോഡർമ സ്പീഷീസ് എക്സെപ്റ്റ്. ഇതും അതേപോലെയാണ്. എല്ലാം ശരിയാണ്, പക്ഷെ ഒരെണ്ണം തെറ്റുണ്ട് ഇതിൽ. ട്രൈക്കോഡെർമ. യു നോ വാട്ട് ഈസ് ട്രൈക്കോഡെർമ? ട്രൈക്കോഡെർമ പോളിസ്പോറം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, സൈക്ലോസ്പോറിനെ. അതുപോലെയുള്ള ഒരു ട്രൈക്കോഡെർമ, ഒരു കോമൺ നെയിം. ആ ട്രൈക്കോഡെർമ എന്ന് പറയുന്നത് ഒരു ഫംഗസ് ആണ്. ഫ്രീ ലിവിങ് ഫംഗസ് വിച്ച് ഈസ് ഫൗണ്ട് ഇൻ ദ റൂട്ട് ഇക്കോസിസ്റ്റം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഇത് എന്തിലാ പഠിച്ചത്? നമ്മൾ ഈ മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ എന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചൊരു പോയിന്റ് ആണ്. അതിനകത്ത് എന്താ പറയുന്നത് നോക്കാം. ഈ ട്രൈക്കോഡെർമ ഒരു ഫംഗസ് ആണ്, ഫ്രീ ലിവിങ് ഫംഗസ് ആണ്, റൂട്ട് ഇക്കോസിസ്റ്റത്തിൽ കാണപ്പെടുന്നു. അതുമായി ബന്ധപ്പെട്ട റൂട്ട് ഇക്കോസിസ്റ്റത്തിൽ ഇത് കാണപ്പെടുകയാണെങ്കിൽ ആ പ്ലാന്റ്സിന് എന്തില്ല എന്നാ പറയുന്നത്? റൂട്ടുമായി ബന്ധപ്പെട്ട റൂട്ട് ബോൺ ഡിസീസ് ഇല്ല എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് ബീങ് ഡെവലപ്ഡ് ആസ് എ ബയോ കൺട്രോൾ ഏജന്റ്. ഇതൊരു ബയോ കൺട്രോൾ ഏജന്റിൽ വരുന്നതാണ്. ശരിയാണ്. ഇറ്റ് ഈസ് എ ഫംഗിസൈഡ്. ഇവിടെ നിങ്ങൾക്ക് ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാവും. ട്രൈക്കോഡെർമ ഒരു ഫംഗസ് അല്ലേ? അത് ഫംഗിസൈഡ് ആയിട്ട് വർക്ക് ചെയ്യോ? ഉണ്ട്. അതായത് ഈ ട്രൈക്കോഡെർമ എന്ന ഫംഗസ് മറ്റ് ഡേഞ്ചറസ് ആയിട്ടുള്ള പാത്തോജനിക് ആയിട്ടുള്ള വൈറസുകളെ
എന്ത് ചെയ്യുന്നു, തടയുന്നു. അപ്പൊ അതൊരു ഫംഗിസൈഡ് ആണ്, ഫംഗസിനെ കൊല്ലുന്നു എന്നല്ലേ അർത്ഥം. ഇതൊരു ഫംഗസ് ആണെങ്കിലും മറ്റു ഫംഗസുകളെ ഇതിനെ ആക്രമിക്കാൻ കഴിയും, അതുകൊണ്ട് അത് ശരിയാണ്. ഇറ്റ് ലിവ്സ് സിംബയോസിസ് വിത്ത് റൂട്ട് ഓഫ് വാസ്കുലർ പ്ലാന്റ്, തെറ്റാണ്. സിംബയോട്ടിക് അസോസിയേഷൻ അല്ല, ഇതൊരു ഫ്രീ ലിവിങ് ആണ്. പിന്നെ ഇറ്റ് ഈസ് വെരി കോമൺ ഇൻ ദ റൂട്ട് ഇക്കോസിസ്റ്റം, അതും ശരിയാണ്. അപ്പോൾ ഇതിൽ ശരിയായതല്ല ചോദിച്ചത്, തെറ്റായതാണ് ചോദിച്ചത്. ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 167 3 is the right answer. ക്വസ്റ്റ്യൻ നമ്പർ 168 എടുക്കാം. ഫ്രോഗ് വെൻ ഓൺ ലാൻഡ് യൂസ് വിച്ച് ഓഫ് ദ ഫോളോയിങ് റെസ്പിറേറ്ററി ഓർഗാൻ. നല്ല ക്വസ്റ്റ്യൻ. ഫ്രോഗ് കരയിലായിരിക്കുമ്പോൾ ഏത് റെസ്പിറേറ്ററി ഓർഗാൻ ഉപയോഗിക്കുന്നു? നിങ്ങൾക്കറിയാം, ബക്കൽ കാവിറ്റി, ബക്കോഫെരിഞ്ചൽ റെസ്പിറേഷൻ. ഫ്രോഗ് എന്ന സൗണ്ട് ബൾജ് ചെയ്യുന്ന കണ്ടിട്ടില്ലേ? ബക്കൽ കാവിറ്റി ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ലങ്സ് ഉപയോഗിക്കുന്നുണ്ട്, പൾമോണറി റെസ്പിറേഷൻ. അപ്പൊ നമ്മളൊരു സംശയം, സ്കിൻ ഉണ്ടോ? നമ്മൾ പഠിച്ചത് വെള്ളത്തിലായിരിക്കുമ്പോൾ ഫ്രോഗ് സ്കിൻ ഉപയോഗിക്കുന്നു എന്നാണ്. പക്ഷേ സ്കിൻ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് റെസ്പിറേറ്ററി ഓർഗാൻ ഓഫ് ഫ്രോഗ് എന്നും പഠിച്ചിട്ടുണ്ട്. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഇൻ വാട്ടർ ആൻഡ് വെൻ ഇറ്റ് ഈസ് ഇൻ ലാൻഡ് ഓർ ഡ്യൂറിങ് ഹൈബർനേഷൻ ഓർ എസ്റ്റിവേഷൻ. എല്ലാ സമയത്തും ഇത് ഉപയോഗിക്കാം. അപ്പൊ ലാൻഡിലായിരിക്കുമ്പോൾ അത് ഉപയോഗിക്കാം. സ്കിൻ ഉപയോഗിക്കണമെന്നില്ല, ഉപയോഗിക്കാം. അപ്പോൾ എന്താ വരുന്നത്? ഇതില് ഓൺലി 1 and 2, ഓൺലി 1 and 3, ഓൺലി 2 and 3 അല്ല, എല്ലാം ഉള്ളത് കൊണ്ട് 4 is the right option. For question number 168, 4 is the right answer. Okay, question number 168. Question number 169 നോക്കാം. Read the following statement of Rana tigrina എന്നുള്ളത്. അതില് a mature female can lay 2,500 to 3,000 over at a time. അത് ശരിയാണ്. പിന്നെ അടുത്തത്, ഫെർട്ടിലൈസേഷൻ ഈസ് എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ ആണ് ആൻഡ് ഒക്കർ ഇൻ ഫ്രഷ് വാട്ടർ, അതും ശരിയാണ്. സാൾട്ട് വാട്ടറിൽ ഉണ്ടാവില്ല. പിന്നെ ഡെവലപ്മെന്റ് ഈസ് ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റ് ആണ് ത്രൂ ടാഡ്പോൾ ലാർവ, അതും ശരിയാണ്. ഫ്രോഗ് ആർ ഹെർബിവോറസ്, തെറ്റാണ്. ഫ്രോഗ്സ് ആർ കാർണിവോറസ്, അതുകൊണ്ടാണ് അതിന്റെ അലിമെന്ററി കനാൽ ഷോർട്ടാണ്, അല്ലെ? ഡൈജസ്റ്റീവ് സിസ്റ്റം ഷോർട്ടാണ്, അല്ലെങ്കിൽ ലെങ്ത് കുറവാണ് എന്ന് പറയുന്നത്. ഓക്കെ, അത് കാർണിവോറസ് ആണ്, ഹെർബിവോറസ് അല്ല. സ്കിൻ ഓഫ് ഫ്രോഗ് ക്യാൻ അബ്സോർബ് മോയിസ്ചർ, അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫ്രോഗ് വെള്ളം കുടിക്കാറില്ല, അത് സ്കിന്നിലൂടെ അതിനെടുക്കാൻ പറ്റും എന്നുള്ളത്, അതും ശരിയാണ്. അപ്പോൾ നമ്മളോട് ഹൗ മെനി ഓഫ് ദ അബോവ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്? എത്രണ്ണം ഇതിൽ കറക്റ്റ് ആണ്? ഒന്നും നോക്കാനില്ല. 1, 2, 3, 4, 4 ശരിയാണ്. 4 എന്നുള്ള ഓപ്ഷൻ 2 ആണ്. സോ ക്വസ്റ്റ്യൻ നമ്പർ 169 അല്ലെ, 2 is the right option. ഉത്തരം 4, പക്ഷേ ഓപ്ഷൻ 2. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 170 എടുക്കാം. ടെറോപ്പസ് ഈസ് ആൻ, എന്താണ് ടെറോപ്പസ് എന്ന് പറയുന്നത്? ടെറോപ്പസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ടെറോപ്പസ് എന്ന് പറഞ്ഞാൽ ഫ്ലൈയിങ് ഫോക്സ് ആണ്, വവ്വാലാണ്, ബാറ്റാണ് ടെറോപ്പസ്, അല്ലെ? ഫ്ലൈയിങ് ഫോക്സ് എന്ന് പറയും. അത് എന്താണ്? ഇറ്റ്സ് എ ലിംബ്ലെസ് ആംഫീബിയൻ ആണോ? ലിംബ്ലെസ് ആംഫീബിയൻ അല്ല. ഇത് ലിംബ്ലെസ് ആംഫീബിയൻ ആണോ? അല്ല, അത് ഇത്തിയോഫിസ് ആണ്, അല്ലെ? ലിംബ്ലെസ് ആംഫീബിയൻ. പിന്നെ എക്സ്റ്റിങ്ക്ട് റെപ്റ്റൈൽ ദാറ്റ് ഇവോൾവ്ഡ് ഇൻടു മാമൽ ആണോ? അല്ലല്ലോ. ഒരു റെപ്റ്റൈൽ അത് മാമലായി മാറിയ റെപ്റ്റൈൽ ആണോ ടെറോപ്പസ്? അല്ല. പിന്നെ സൈക്ലോസ്റ്റോൺ ദാറ്റ് മൈഗ്രേറ്റ് ഫ്രം സീ വാട്ടർ ഫ്രഷ് വാട്ടർ സ്പോണിംഗ് ആണോ? എഗ് ലേയിങ്ങിന് വേണ്ടി വരുന്നതാണോ ഇത്? ഇതൊരു സൈക്ലോസ്റ്റോം ആണോ? അല്ല, ബാറ്റാണ്. ബാറ്റ് ഒരു മാമലാണ്. അതിന്റെ പ്രത്യേകത എന്താ? ഫ്ലൈയിങ് മാമലാണ്. അപ്പോൾ മാമൽ വിത്ത് ഫ്ലൈറ്റ് എന്നുള്ള ഉത്തരമല്ലേ വേണ്ടത്? പറക്കുന്ന ഒരു എന്താണ്? മാമലാണ് ഈ ടെറോപ്പസ്. ദാറ്റ് ഈസ് ഫ്ലൈയിങ് ഫോക്സ്, ബാറ്റാണ്. ക്വസ്റ്റ്യൻ നമ്പർ 171. ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഫോർ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഓഫ് ഫ്രോഗ്. ഫ്രോഗിന്റെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഓവറീസ് ഹാവ് നോ ഫങ്ഷണൽ ഓർ ഇന്റേണൽ കണക്ഷൻ വിത്ത് കിഡ്നി, ശരിയല്ലേ? മെയിലിനകത്ത് ടെസ്റ്റിസ് ഈസ് കണക്റ്റഡ് വിത്ത് കിഡ്നി ഇല്ലെങ്കിൽ ഫങ്ഷനലി വർക്ക് ചെയ്യില്ല. കാരണം കിഡ്നിക്കുള്ളിലുള്ള ബിഡേഴ്സ് കനാലിലൂടെ വന്ന് അത് യുറിനോജനൈറ്റൽ ഡക്ട്, യുറേറ്റർ വഴിയാണ് ക്ലോയക്കിലേക്ക് തുറക്കുന്നത് മെയിലില്. ഫീമെയിൽ അത് ഓവിഡക്റ്റും അതേപോലെ തന്നെ യുറേറ്ററും സെപ്പറേറ്റ് ആയിട്ടാണ് ക്ലോയക്കിലേക്ക് വരും. അപ്പോൾ ഫങ്ഷനലി നോട്ട് റിലേറ്റഡ് ആണ്, അത് ശരിയാണ്. പൊസസ് ബിഡർ കനാൽ ഉണ്ടോ? ബിഡേഴ്സ് കനാൽ എന്ന് പറയുന്നത് മെയിലിലാണ് നമ്മൾ പറയുന്നത്. പിന്നെ ദ പൊസ്റ്റീരിയർ എൻഡ് ഓഫ് ഓവിഡക്ട് ഓപ്പൺ ഇൻ ടു ക്ലോയക്ക,
അതായത് ഈ ബിഡേഴ്സ് കനാൽ എന്ന് പറയുന്ന സാധനം കിഡ്നിന്റെ ഉള്ളിലുള്ളതാണ് കേട്ടോ. അതല്ല ഞാൻ പറഞ്ഞത്. ബിഡേഴ്സ് കനാൽ എന്ന് പറയുന്നതിലൂടെയാണ് എന്താ ഈ ബിഡേഴ്സ് കനാൽ യൂസ് ചെയ്തിട്ടാണ് എന്ത് വരുന്നത്, ഈ മെയിലില് അത് വരുന്നത്. അതാണ് ഞാൻ പറയേണ്ട അർത്ഥം. പിന്നെ രണ്ടാമത്തത് ദ പോസ്റ്റീരിയർ എൻഡ് ഓഫ് ഓവിഡക്ട് ഓപ്പൺ ഇൻ ടു ക്ലോയക്ക, അതും ശരിയാണ്. അപ്പോൾ അതുകൊണ്ട് എന്താ നമ്മൾ പറയുക, ഇതിനകത്ത് മോർ ദാൻ വൺ ഓപ്ഷൻ ഈസ് കറക്റ്റ് എന്നുള്ള ഉത്തരം നമുക്ക് വേണ്ടത്. മോർ ദാൻ വൺ ഓപ്ഷൻ കറക്റ്റ് അല്ലേ? ഒന്നിൽ കൂടുതൽ ഓപ്ഷനകത്ത് കറക്റ്റ് വരുന്നില്ലേ? ഉണ്ട്. അപ്പൊ അതുകൊണ്ട് 171 4 ഈസ് ദ റൈറ്റ് ആൻസർ. ഒന്നിൽ കൂടുതൽ വരുന്നില്ലടാ. ഇപ്പൊ ക്ലോയക്കലേക്ക് തുറക്കുന്നു, അതുപോലെ ഓവറിക്ക് ഫംഗ്ഷൻ ഇല്ല. അപ്പോ എന്തായി, ഒന്നിൽ കൂടുതൽ ഓപ്ഷൻ ഉള്ളത് കൊണ്ട് എന്താ വരിക, 171 4 വരും. 170 നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്ത് വെച്ചാണ് നിങ്ങളുടെ NCERT ടെക്സ്റ്റ് ബുക്ക്, വേറെ ഒന്നുമില്ല അതിനകത്ത്. ക്വസ്റ്റ്യൻ നമ്പർ 172 എടുക്കാം. 172 ഫാക്ടേഴ്സ് വിച്ച് ക്യാൻ കോസ് ഡിസോസിയേഷൻ ഓഫ് ഓക്സിഹീമോഗ്ലോബിൻ ഇൻക്ലൂഡ് ഓൾ എക്സെപ്റ്റ്. അതായത് ഫാക്ടേഴ്സ് വിച്ച് ക്യാൻ കോസ് ഡിസോസിയേഷൻ ഓഫ് ഓക്സിഹീമോഗ്ലോബിൻ ഇൻക്ലൂഡ് ഓൾ എക്സെപ്റ്റ്. ഇതിൽ ഏതൊക്കെ ഒഴികെ എന്നാണ് ചോദ്യം. ഇപ്പോൾ ഓക്സിഹീമോഗ്ലോബിന്റെ ഡിസോസിയേഷൻ നടക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പഠിച്ചത്, ഓക്സിഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞാൽ HbO2 ടിഷ്യൂല് വെച്ചിട്ട് അല്ലെ, ടിഷ്യൂല് വെച്ചിട്ട് അത് ഹീമോഗ്ലോബിനും ഓക്സിജനുമായി ഡിസോസിയേറ്റ് ചെയ്യണം. അതിന് വേണ്ട കണ്ടീഷൻ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചാൽ ഇതാ ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നോക്കൂ, അസോസിയേഷന്റെ കണ്ടീഷൻ എന്തൊക്കെയാ നോക്കുക. അസോസിയേഷന് PO2 കൂടണം, PCO2 കുറയണം, H+ കോൺസെൻട്രേഷൻ കുറയണം, ടെമ്പറേച്ചർ കുറയണം, pH വാല്യൂ അത് പിന്നെ പറയാം. അതുപോലെ ഡിസോസിയേഷൻ സമയത്ത് PO2 മാത്രം കുറയണം, PCO2 കൂടണം, H+ കോൺസെൻട്രേഷൻ കൂടണം, ടെമ്പറേച്ചർ കൂടണം. ഈ പച്ചയിൽ എഴുതിയത് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. H+ കോൺസെൻട്രേഷൻ ഓപ്പോസിറ്റ് ആയിരിക്കും pH വാല്യൂ. നെഗറ്റീവ് ലോഗരിതം ഓഫ് ഹൈഡ്രജൻ കോൺസെൻട്രേഷൻ അല്ലേ. അപ്പൊ എന്താ വരിക, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ. അപ്പൊ എന്താ വരിക, pH വാല്യൂ ഹൈഡ്രജൻ അയൺ കോൺസെൻട്രേഷൻ കുറയുമ്പോൾ pH വാല്യൂ കൂടണം, ഹൈഡ്രജൻ കോൺസെൻട്രേഷൻ കൂടുമ്പോൾ pH വാല്യൂ കുറയണം. അപ്പോൾ വേറെ കാര്യം കൂടെ ഓർമ്മിക്കാൻ മനസ്സിലാക്കുക, PO2 എങ്ങനെയാണോ അതേ കണ്ടീഷനാണ് pH വാല്യൂവിനും ഉണ്ടാവുക. PO2 കൂടുന്നു, pH വാല്യൂ കൂടുന്നു, PO2 കുറയുന്നു, pH വാല്യൂ കുറയുന്നു. ഓക്കെ, നമ്മളെ ചോദ്യത്തിലേക്ക് വരാം. ഇത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഡിസോസിയേഷൻ ആണ്. ഡിസോസിയേഷൻ ആണ്. അപ്പോൾ PCO2 കൂടുമ്പോൾ ഡിസോസിയേഷൻ സംഭവിക്കും, പിന്നെ PO2 കുറയുമ്പോൾ ഡിസോസിയേഷൻ സംഭവിക്കും. നോക്കൂ, PCO2 കൂടുമ്പോൾ PO2 കുറയുമ്പോൾ. അടുത്ത എന്താ, ഇൻക്രീസ് ഇൻ ദ pH. തെറ്റല്ലേ? ഇൻക്രീസ് ഇൻ ദ pH വരുമ്പോൾ അസോസിയേഷൻ ആണ്. pH വാല്യൂ കുറയുമ്പോഴാണ് ഡിസോസിയേഷൻ, അത് തെറ്റാണ്. ഇൻക്രീസ് ഇൻ ദ H+ കോൺസെൻട്രേഷൻ നോക്കൂ, H+ കോൺസെൻട്രേഷൻ കൂടുമ്പോഴല്ലേ ഡിസോസിയേഷൻ. ഈ 3 പോയിന്റുകളാണ് തന്നിരിക്കുന്നത്. പിന്നെ തന്നിരിക്കുന്ന ഈ പോയിന്റാ, ഈ പോയിന്റ് ഈ അസോസിയേഷനിൽ വേണ്ടതാ. അതുകൊണ്ട് ഫോർ ക്വസ്റ്റ്യൻ, അപ്പൊ ഇത് ശരിയാണ്. ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 172 3 is the right answer. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 173 സീക്വൻഷ്യലി അറേഞ്ച് ദ പാസേജ് ഓഫ് ഫിൽട്രേറ്റ് ഇൻ ദ കിഡ്നി. കിഡ്നിയിലുള്ള ഫിൽട്രേറ്റിന്റെ മൂവ്മെന്റ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സീക്വൻസ് ആയിട്ട് പറയണം. ഫിൽട്രേറ്റ് എവിടെ വെച്ചിട്ടാ ഫിൽട്രേഷൻ നടക്കുക? അതായത് ഗ്ലോമറുലസിലൂടെ ബ്ലഡ് ഒഴുകുമ്പോൾ ആ ബ്ലഡിലുള്ള ഫ്ലൂയിഡ് പാർട്ട് അല്ലേ, ഗ്ലോമറുലസിന്റെ എന്താ പറയാ, അതിന്റെ ഒരു ലെയർ ഇതിന് ആവശ്യമുണ്ട്. അതുകൊണ്ട് നമ്മൾ ഗ്ലോമറുലസ് എന്ന് എഴുതുന്നുള്ളൂ. ഗ്ലോമറുലസിനകത്തുണ്ട്, എല്ലാത്തിലും B എന്ന ഗ്ലോമറുലസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, ഗ്ലോമറുലസിന്റെ ഒരു ഭാഗം ഈ ഫിൽട്രേഷനുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം, ഇതിലെ ഓർഡർ എന്തായിട്ട് എഴുതണം എന്നാ പറയുന്നത്. നോക്കൂ നിങ്ങൾ, ഇതിന്റെ ഓർഡറിൽ ഏറ്റവും ആദ്യം നമുക്ക് എന്ത് എഴുതാം, B ഗ്ലോമറുലസ് എഴുതാം. ഇതല്ലേ ആദ്യം വരിക. ഗ്ലോമറുലസ് കഴിഞ്ഞാൽ പിന്നെ PCT ആണ് വരിക. ബൊമാൻസ് ക്യാപ്സൂൾ കഴിഞ്ഞാൽ PCT ആണ്. PCT കഴിഞ്ഞാൽ പിന്നെ ഇതിൽ വരേണ്ടത് ലൂപ്പ് ഓഫ് ഹെൻലി ആണ് മൂന്നാമത്തത് വരേണ്ടത്. പിന്നെ വരേണ്ടത് എന്താ, DCT ആണ് നാലാമത് വരേണ്ടത്. പിന്നെ വരേണ്ടത് എന്താ, കളക്ടിങ് ഡക്റ്റ് ആണ്. അപ്പോൾ ഏത് ഓർഡറിൽ വരണം? ഇപ്പോ A എന്ന് പറഞ്ഞാൽ അല്ലെ 1 എന്ന് പറഞ്ഞാൽ B വരും, പിന്നെ 2 എന്ന് പറഞ്ഞാൽ C വരും. പിന്നെ അത് കഴിഞ്ഞാലോ പിന്നെ A വരണം. പിന്നെ അത് കഴിഞ്ഞിട്ട് 4 എന്ന് പറഞ്ഞാൽ E വരണം. പിന്നെ അത് കഴിഞ്ഞിട്ട് D വരണം. BCAED ഓർഡറിൽ വരണം. BCAED 4 വരും. അതായത് ഗ്ലോമറുലസിലാണ് ബ്ലഡ് ഒഴുകി, ആ ബ്ലഡിൽ നിന്നാണ് ഫിൽട്രേഷൻ നടക്കുന്നത്. അപ്പൊ ആ ഭാഗത്തുള്ള അതിന്റെ ഗ്ലോമറുലസിന്റെ ലെയേഴ്സുമായിട്ട് ഇതിന് റിലേറ്റഡ് ഉള്ളതുകൊണ്ട് നമുക്ക് എന്തായാലും B കൊടുക്കാം. പിന്നെ അത് കഴിഞ്ഞാൽ ബൊമാൻസ് ക്യാപ്സൂൾ കഴിഞ്ഞാൽ PCT ആണ്. അത് കഴിഞ്ഞാൽ ലൂപ്പ് ഓഫ് ഹെൻലി ആണ്. അത് കഴിഞ്ഞാൽ DCT ആണ്. അത് കഴിഞ്ഞാണ് കളക്ടിങ് ഡക്റ്റ്. ഞാനിവിടെ ഓരോന്നും നമ്പർ ചെയ്ത് വെച്ചിട്ടുണ്ട്. 1 2 3
4, 5 ഓർഡറിൽ നമ്പർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഓർഡറിലാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ 173. 4 is the right answer. ക്വസ്റ്റ്യൻ നമ്പർ 174 എടുക്കാം. The main function of aldosterone in renin-angiotensin mechanism. നമ്മൾ റാസ് എന്നൊരു മെക്കാനിസം പഠിച്ചിട്ടുണ്ട്. റാസ്, റെനിൻ ആൻജിയോടെൻസിൻ ആൽഡോസ്റ്റിറോൺ സിസ്റ്റം. ഇതിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ആൽഡോസ്റ്റിറോണിന്റെ ഫംഗ്ഷൻ ആണ്. ആൽഡോസ്റ്റിറോൺ നോക്കാം. ഇറ്റ് കൺവേർട്ട് ആൻജിയോടെൻസിനോജൻ ഇൻ ബ്ലഡ് ഇൻ ടു ആൻജിയോടെൻസിൻ 1. അത് ആൽഡോസ്റ്റിറോണിന്റെ ജോലിയല്ല. അത് ആരുടെ ജോലിയാണ്? അത് റെനിന്റെ ജോലിയാണ്. ഇത് ആരുടെ ജോലിയാണ്? റെനിനാണ് ആൻജിയോടെൻസിനോജനെ ആൻജിയോടെൻസിൻ 1 ആക്കുന്നത്. ദെൻ ഇറ്റ് ഈസ് എ പവർഫുൾ വാസോ ഡയലേറ്റർ. ഇത് വാസോ ഡയലേറ്റർ അല്ല, പവർഫുൾ വാസോ കൺസ്ട്രിക്റ്റർ ആണ്. അതും അല്ലെങ്കിലും അത് ആൻജിയോടെൻസിൻ ആണ്. ഓക്കെ, അത് തെറ്റാണ്. പിന്നെ ഇറ്റ് ഈസ് എ പവർഫുൾ വാസോ ഡയലേറ്റർ, അത് തെറ്റാണ്. അടുത്തത് ഇറ്റ് കോസ് റീ അബ്സോർപ്ഷൻ ഓഫ് സോഡിയം ആൻഡ് വാട്ടർ ഫ്രം DCT. അത് ശരിയല്ലേ? DCTയിൽ വന്നിട്ട് സോഡിയത്തിന്റെയും വാട്ടറിന്റെയും റീ അബ്സോർപ്ഷൻ കൂട്ടുന്നു. ബിക്കോസ് ഇറ്റ് ഇസ് എ മിനറലോകോർട്ടിക്കോയിഡ്. ആൽഡോസ്റ്റിറോൺ ഇസ് എ മിനറലോകോർട്ടിക്കോയിഡ്. ദെൻ ഇറ്റ് ആക്ടിവേറ്റ് ദ JG സെൽ ടു റിലീസ് റെനിൻ. ആണോ? ഇത് JG സെല്ലിൽ റെനിൻ ആക്ടിവേറ്റ് ചെയ്യാൻ JG സെല്ലിൽ നിന്ന് റെനിൻ റിലീസ് ചെയ്യാൻ സഹായിക്കുവോ? ഇല്ല. അപ്പോൾ ഏതാണ് ഇതിൽ ശരിയായിട്ടുള്ള ഉത്തരം? അതായത് റാസിലുള്ള ആൽഡോസ്റ്റിറോൺ DCT ഓർ ലേറ്റർ പാർട്ട് ഓഫ് ദ ട്യൂബ്യൂളിൽ വന്നിട്ട് അവിടെ വെച്ചിട്ട് വാട്ടറിന്റെയും സോഡിയത്തിന്റെയും റീ അബ്സോർപ്ഷൻ കൂട്ടുന്നു എന്നുള്ള ക്വസ്റ്റ്യൻ നമ്പർ 174 3 is the right answer. നമ്മളോട് ആൽഡോസ്റ്റിറോൺ മാത്രമല്ല, റാസിന്റെ മൊത്തം ഫംഗ്ഷൻ അല്ല ചോദിച്ചത്. റാസിലുള്ള ആൽഡോസ്റ്റിറോണിന്റെ ജോലി മാത്രമാണ് ചോദിച്ചത്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 174. ക്വസ്റ്റ്യൻ നമ്പർ 175 എടുക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇവന്റ്സ് ക്യാൻ ബി റിലേറ്റഡ് ടു ദ റീപോളറൈസേഷൻ ഓഫ് നെർവ് ഫൈബർ? നമ്മൾ പഠിച്ചു ഡീപോളറൈസേഷനും റീപോളറൈസേഷനും പഠിച്ചു. ആദ്യം നമ്മൾ എന്താ പഠിച്ചത്? റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ. ആ സമയത്ത് സോഡിയം VGCയും വോൾട്ടഡ് ഗേറ്റ് ചാനലും പൊട്ടാസ്യം ഗേറ്റ് ചാനലും അടഞ്ഞു കിടക്കും. പിന്നെ അടുത്തത് നമ്മൾ പഠിച്ച ഒരു പോയിന്റ് ഉണ്ട്. ഡീപോളറൈസേഷൻ സമയത്ത് എന്താ ഉണ്ടാവുക? ഡീപോളറൈസേഷൻ സമയത്ത് സോഡിയം ഗേറ്റ് ചാനൽ അല്ലെ തുറക്കും. സോ ഡീപോളറൈസേഷൻ ഈസ് സോഡിയം വോൾട്ടഡ് ഗേറ്റ് ഓർ ഗേറ്റ് ചാനൽ തുറക്കും. ആ സമയത്ത് എന്താ? ഇൻഫ്ലക്സ് ഓഫ് സോഡിയം ഉണ്ടാവും. സോഡിയം ഉള്ളിലോട്ട് ധാരാളമായിട്ട് വരും. അപ്പോഴാണ് ഡീപോളറൈസേഷൻ നടക്കുന്നത്. അടുത്തത് റീപോളറൈസേഷൻ ആണ്. റീപോളറൈസേഷൻ സമയത്ത് എന്താ സംഭവിക്കുക? റീപോളറൈസേഷൻ സമയത്ത് പൊട്ടാസ്യം VGC തുറക്കും. അത് നമ്മൾ പൊട്ടാസ്യം എഫ്ലക്സ് എന്ന് പറയും. പൊട്ടാസ്യം ലീക്കി ചാനലിലൂടെയും പൊട്ടാസ്യം ഗേറ്റഡ് ചാനലിലൂടെയും ധാരാളമായിട്ട് പൊട്ടാസ്യം പുറത്തേക്ക് പോകും. പൊട്ടാസ്യം എഫ്ലക്സ്. അപ്പൊ നമ്മളെ ചോദ്യം റീപോളറൈസേഷൻ എന്തുകൊണ്ടാണ്? റീപോളറൈസേഷൻ എന്തുകൊണ്ടാണ്? അപ്പൊ നോക്കൂ നിങ്ങൾ, ഓപ്പണിംഗ് ഓഫ് ദ പൊട്ടാസ്യം ഗേറ്റ് ചാനൽ ശരിയല്ലേ? അല്ലേ? ശരിയല്ലേ? അതുപോലെ തന്നെ ഓപ്പണിംഗ് ഓഫ് ക്ലോറൈഡ് ഗേറ്റ് അല്ല, ക്ലോസ്റ്റർ ഓഫ് സോഡിയം ഗേറ്റുമാണ്. സോഡിയം ഗേറ്റ് അടയുന്നു, പൊട്ടാസ്യം ഗേറ്റ് തുറക്കുന്നു. അതായത് ആദ്യത്തെ കേസിൽ സോഡിയം ഗേറ്റ് തുറന്നു, പൊട്ടാസ്യം ക്ലോസ് ആയി കിടക്കും. രണ്ടാമത്തെ കേസിൽ പൊട്ടാസ്യം തുറക്കും, സോഡിയത്തിന്റെ ആ ഒരു ഗേറ്റ് ചാനൽ പെട്ടെന്ന് അടഞ്ഞു പോകും. അപ്പോൾ എന്താ വരിക? ഇതില് രണ്ട് ഇത് വരണം. ഇത് രണ്ടും ശരിയാണ്. എന്തൊക്കെയാ? ഓപ്പണിംഗ് ഓഫ് ദ പൊട്ടാസ്യം ഗേറ്റ് ചാനലും വരും, ക്ലോഷർ ഓഫ് സോഡിയം ഗേറ്റ് ചാനലും വരും. സോ ബോത്ത് 1 and 3 എന്നുള്ള ഉത്തരമാണ് ക്വസ്റ്റ്യൻ നമ്പർ 175 വരിക. അപ്പൊ ഇതിന്റെ ഫലമായിട്ടാണ് മോർ പൊട്ടാസ്യം ഗോസ് ഔട്ട്സൈഡ്. അങ്ങനെയാണ് വീണ്ടും ഔട്ട്സൈഡ് ബിക്കം പോസിറ്റീവ്, ഇൻസൈഡ് ബിക്കം നെഗറ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡീപോളറൈസേഷൻ ഈസ് ഡ്യൂ ടു സോഡിയം ഇൻഫ്ലക്സ് ആൻഡ് റീപോളറൈസേഷൻ ഈസ് ഡ്യൂ ടു പൊട്ടാസ്യം എഫ്ലക്സ് എന്നാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 175 4 is the right answer. ക്വസ്റ്റ്യൻ നമ്പർ 176 എടുക്കാം. ഡ്യൂറിംഗ് ദ പ്രോസസ് ഓഫ് ഇമ്പൾസ് കണ്ടക്ഷൻ, അഗൈൻ എ ക്വസ്റ്റ്യൻ ഫ്രം ന്യൂറൽ കൺട്രോൾ, ദ ഡീപോളറൈസേഷൻ ഓഫ് ആക്ഷൻ ടേക്ക് പ്ലേസ്. ഡീപോളറൈസേഷൻ എന്തുകൊണ്ട് നടക്കുന്നു? ഇവിടെയാണ് എഴുതി തന്നു. ഡീപോളറൈസേഷൻ ഈസ് ഡ്യൂ ടു ഇൻഫ്ലക്സ് ഓഫ് സോഡിയം അല്ലേ? അപ്പോൾ ഡീപോളറൈസേഷൻ ഈസ്, അതായത് ആക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ടാവുന്നത് എന്തുകൊണ്ട്? നെർവ് ഇമ്പൾസ് ഉണ്ടാവുന്നത് വോൾട്ടേജ് ഗേറ്റ് പൊട്ടാസ്യം ചാനൽ ഓപ്പൺ ചെയ്യുന്നത് കൊണ്ടാണോ? അല്ലല്ലോ. ഇത് രണ്ടും അല്ല. ഈക്വൽ എമൗണ്ട് ഓഫ് സോഡിയം പൊട്ടാസ്യം പമ്പ്സ് ഔട്ട് ആണോ? അല്ല. വോൾട്ടേജ് ഗേറ്റഡ് സോഡിയം ചാനൽ ഓപ്പൺ ചെയ്യുന്നത് കൊണ്ടല്ലേ സോഡിയം ഇൻഫ്ലക്സ്. സോഡിയം VGC, സോഡിയം
ഗേറ്റ് ചാനൽ തുറക്കുന്നത് കൊണ്ടാണ് മോർ സോഡിയം എൻട്രി ചെയ്യുന്നതുകൊണ്ടാണ് ഉൾഭാഗത്ത് പോസിറ്റീവും പുറം ഭാഗം നെഗറ്റീവ് ആവുന്ന ഡീപോളറൈസേഷൻ. ഈക്വൽ എമൗണ്ട് പുറത്തു പോകുന്നതും അല്ല, പുറത്തേക്ക് പോലെ ഉള്ളോട്ട് വരുന്നതും അല്ല. ഓക്കെ, സോ ക്വസ്റ്റ്യൻ നമ്പർ 176, 3 is the right answer. ക്വസ്റ്റ്യൻ നമ്പർ 177, the resting axonal membrane of neuron. അപ്പൊ നമ്മൾ എന്തായി, 3 ക്വസ്റ്റ്യൻ ആയി. അതായത് റെസ്റ്റിംഗ് പൊട്ടൻഷ്യലുമായി, ആക്ഷൻ പൊട്ടൻഷ്യലുമായി, റീപോളറൈസേഷനും ക്വസ്റ്റ്യൻ ആയി. മൂന്നാമത്തെ റെസ്റ്റിംഗ് ഉള്ള ചോദ്യമാണ്. ദ റെസ്റ്റിംഗ് ആക്സോണൽ മെംബ്രെയിൻ ഓഫ് ന്യൂറോൺ ഈസ്, എന്താണ് ചോദ്യം നോക്കാം. ഈസ് നോട്ട് പോളറൈസ്ഡ് അല്ല. അതായത് റെസ്റ്റിംഗ് ന്യൂറോണൽ മെംബ്രെയിൻ പോളറൈസ്ഡ് ആണ്. സോഡിയം പൊട്ടാസ്യം പമ്പ് 3 സോഡിയത്തെ പുറത്തേക്കും 2 പൊട്ടാസ്യത്തെ ഉള്ളിലേക്കും വരും. അപ്പോൾ ഔട്ട്സൈഡ് ബിക്കം പോസിറ്റീവ്, ഇൻസൈഡ് ബിക്കം നെഗറ്റീവ്. അപ്പൊ അത് പോളറൈസ്ഡ് ആണ്. പിന്നെ ഹാസ് എൻ എക്സസ് ആനയോൺ ഓൺ ദ ഔട്ട്സൈഡ്. ആനയോൺ അല്ല കൂടുതൽ, സോഡിയം അയോൺ കൂടുതലല്ലേ പുറത്ത്, അപ്പൊ അത് തെറ്റാണ്. ആനയോൺ സോഡിയം അയോൺ കാറ്റയോൺ അല്ലേ. പിന്നെ ഈസ് മോർ പെർമിയബിൾ ടു പൊട്ടാസ്യം ദാൻ സോഡിയം. ഇത് ശരിയാണ്. റെസ്റ്റിംഗ് സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് മോർ പെർമിയബിൾ ടു പൊട്ടാസ്യം ആൻഡ് നിയർലി ഇൻപെർമിയബിൾ ടു സോഡിയം എന്ന് പഠിച്ചിട്ടുണ്ട്. സോഡിയത്തിന് ഉള്ളിലോട്ട് വരാൻ പറ്റില്ല, പക്ഷെ പൊട്ടാസ്യത്തിന് പുറത്തേക്ക് പോവാം. ദെൻ കനോട്ട് ബി എക്സൈറ്റഡ് ബൈ സ്റ്റിമുലസും അല്ല. റെസ്റ്റിങ്ങിനെ സ്റ്റിമുലസിന് എക്സൈറ്റ് ചെയ്യാൻ പറ്റും. അപ്പോഴാണ് അവിടെ ആക്ഷൻ പൊട്ടൻഷ്യൽ ആയിട്ട് ഡീപോളറൈസേഷൻ. അപ്പൊ ഇതിൽ നമുക്ക് പറയാൻ പറ്റുന്നത് ഇറ്റ് ഈസ് മോർ പെർമിയബിൾ ടു പൊട്ടാസ്യം ദാൻ സോഡിയം എന്നുള്ള ഓപ്ഷൻ 3 ആണ്. ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 177, 3 is the right answer. ക്വസ്റ്റ്യൻ നമ്പർ 178 നോക്കാം. ന്യൂറോ ഇസ് എ ക്വസ്റ്റ്യൻ ഫ്രം കെമിക്കൽ കോർഡിനേഷൻ. ന്യൂറോ ഹൈപ്പോഫൈസിസ് സ്റ്റോർ ആൻഡ് റിലീസ് ഹോർമോൺ വിച്ച് ആർ ആക്ച്വലി സിന്തസൈസ്ഡ് ബൈ ഹൈപ്പോതലാമസ് ആൻഡ് ട്രാൻസ്മോട്ടഡ് ആക്സോണലി ദർ. ഹൈപ്പോതലാമസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണുകൾ, ആ ഹോർമോണുകൾ എവിടെ എത്തുന്നു? പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയിൽ എത്തുന്നു. എന്നിട്ട് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി അതിനെ റിലീസ് ചെയ്യുന്നു. ആ ഹോർമോണുകൾ ഏതൊക്കെയാണ്? അതായത് പിറ്റ്യൂട്ടറിയുടെ ഹോർമോൺ അല്ല, പക്ഷെ പിറ്റ്യൂട്ടറി റിലീസ് ചെയ്യുന്ന 2 ഹോർമോൺ ഏതൊക്കെ നിങ്ങൾ ചോദിച്ചാൽ ഒരു സംശയമില്ല, നിങ്ങൾക്ക് ഉത്തരം അറിയാം. ഓക്സിറ്റോസിൻ ആൻഡ് വാസോപ്രസിൻ ആണ്. Oxytocin, vasopressin are 2 hormones secreted by the produced by the hypothalamus, stored and released by posterior pituitary. Okay, 178. 179 നോക്കൂ. Given below is an incomplete table about certain hormone. നമുക്ക് ഫില്ല് ചെയ്യണം. നോക്കാം. ഈസ്ട്രോജൻ, ആരാണ് ഈസ്ട്രോജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? നിങ്ങൾക്കറിയാലോ. ഈസ്ട്രോജൻ ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ഓവറിയാണ് മെയിൻ ആയിട്ട് ഈസ്ട്രോജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് ശരിയാണ്. ആൽഫ സെൽസ് ഓഫ് ലാംഗർഹാൻസ് എന്താ? ആൽഫ സെൽസ് ഓഫ് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്തിനാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഗ്ലൂക്കഗോൺ ആണ് അല്ലെ. ഇൻസുലിൻ ബീറ്റ സെൽസ് ആണ്. ഇപ്പുറത്തോടെ ശരിയാ നോക്കണം. ഓവറി, ഈസ്ട്രോജൻ, മെയിൻ്റെനൻസ് ഓഫ് സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് കറക്റ്റ് ആയി. പിന്നെ ആൽഫ സെൽസ്, ഗ്ലൂക്കഗോൺ, റൈസ് ബ്ലഡ് ഷുഗർ ലെവൽ, ഹൈപ്പർഗ്ലൈസീമിക്, അതും ശരിയായി. ബീറ്റ സെൽസ് ആണ് ഇൻസുലിൻ. പിന്നെ ആന്റീരിയർ പിറ്റ്യൂട്ടറി, ഓവർ സെക്രീഷൻ ലീഡ് ടു ജൈജാൻറ്റിസം ആണ്. ഇത് ആന്റീരിയർ പിറ്റ്യൂട്ടറി എന്തും പ്രൊഡ്യൂസ് ചെയ്യാം. 6ഓളം ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിൽ ഓവർ സെക്രീഷൻ കോസ് ജൈജാൻറ്റിസം എന്ന് പറയുമ്പോൾ അത് ഗ്രോത്ത് ഹോർമോൺ ആണ്. അപ്പോൾ ഏത് വരും? ഓവറി വരണം, ഗ്ലൂക്കഗോൺ വരണം, ഗ്രോത്ത് ഹോർമോൺ വരണം. ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 179, 4 is the right answer. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 179 അല്ലേ പറഞ്ഞത്? 180 എടുക്കാം. ഇൻകറക്റ്റ് മാച്ച് വിത്ത് റെസ്പെക്ട് ടു ഹോർമോൺ ആൻഡ് കെമിക്കൽ നാച്ചർ. അത് നോക്കാം. കോർട്ടിസ്, നിങ്ങൾക്കറിയാം കെമിക്കൽ നാച്ചുറൻസ് നമ്മൾ 4ആയി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റിറോയിഡ് ഹോർമോൺ ഉണ്ട് അല്ലെ, പെപ്റ്റൈഡ് ഹോർമോൺസ് അല്ലെങ്കിൽ പ്രോട്ടീൻ റിലേറ്റഡ് ആയ ഹോർമോൺസ് ഉണ്ട്, അമിനോ ആസിഡ് ഡെറിവേറ്റീവ് ഉണ്ട്, അതുപോലെ ഐഡോതൈറോണൈനും ഉണ്ട്. ഈ 4 കോർട്ടിസോൾ ഈസ് എ സ്റ്റിറോയിഡ് ഹോർമോൺ ശരിയാണ്. തൈറോക്സിൻ ഈസ് എൻ ഐഡോതൈറോണൈൻ ശരിയാണ്. തൈറോകാൽസിറ്റോൺ ഈസ് എ പ്രോട്ടീനേഷ്യസ് ശരിയാണ്. പക്ഷേ ഗ്ലൂക്കഗോൺ സ്റ്റിറോയിഡൽ അല്ല. നമ്മൾ പഠിച്ച സ്റ്റിറോയിഡൽ ഏതൊക്കെയാണ്? ഒന്ന് ടെസ്റ്റോസ്റ്റിറോൺ, പ്രോജസ്റ്റിറോൺ, ഈസ്ട്രോജൻ, കോർട്ടിസോൾ, ആൽഡോസ്റ്റിറോൺ ഒക്കെ നമ്മൾ പഠിച്ചത്. അപ്പൊ ഗ്ലൂക്കഗോൺ ഒരു സ്റ്റിറോയിഡ് ഹോർമോൺ അല്ല. ഓക്കെ, അത് ഏത് കാറ്റഗറി? പ്രോട്ടീനേഷ്യസ് കാറ്റഗറിയിൽ വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് എന്താ വരിക? ഇതിൽ ഇൻകറക്റ്റ് മാച്ച് ചോദിച്ചാൽ 3 വരും. ക്വസ്റ്റ്യൻ നമ്പർ 180
3 is the right answer. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ എക്സാമ്പിൾ പേജ് നമ്പർ 340 പഴയ NCERT ഫസ്റ്റ് ഇയർ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ള പെപ്റ്റൈഡ് പോളിപെപ്റ്റൈഡ് പ്രോട്ടീൻ ഹോർമോൺ സ്റ്റിറോയിഡ് അയഡോതൈറോണൈൻ ആൻഡ് അമിനോ ആസിഡ് ഡെറിവേറ്റീവ് കൃത്യമായിട്ട് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഓക്കെ, കണ്ടില്ല നിങ്ങൾ? ഗ്ലൂക്കോഗോൺ ഈസ് എ ഫസ്റ്റ് കാറ്റഗറി. Okay, any question number 181. Consider the given two statements. A single U-shaped bond called hyoid bond present at the base of the buccal cavity and it provide attachment of the tongue. നിങ്ങൾക്കറിയാം U-shaped single bond buccal flooril കാണുന്ന U-shaped single bond ആണ് hyoid bond. അവിടെയാണ് ടങ്ങിന് ബേസ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ശരിയാണ്. Then അടുത്തത് the skull region articulate with superior region of the vertebral column with help of two occipital condyle. 2 occipital condyle ആണ്, ബൈകോണ്ടിലിക് ആണ്. GIB തൊട്ടു മുമ്പുള്ള 11 ഞാൻ നിങ്ങളോട് ഈ കാര്യം ആ ചിത്രം ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. 2 നമ്മുടെ എന്തിന്റെ മുകളിൽ ഫസ്റ്റ് അറ്റ്ലസ് വെർട്ടിബ്രൽ 2 ചെറിയ പ്രൊജക്ഷൻ, അത് നമ്മുടെ എന്തിലാ വരുന്ന ഒസിപ്പിറ്റൽ ബോണിന് മുകളിൽ ചെറിയ ഡിപ്രഷൻ ആയിട്ട് അതിലും കണക്ട് ചെയ്ത് വെച്ചിരിക്കുക. അപ്പൊ 2 ആയതുകൊണ്ട് ബൈകോണ്ടിലിക് ഓർ ഡൈകോണ്ടിലിക് എന്ന് പറയും. ശരിയാണ്. അപ്പൊ രണ്ടും സ്റ്റേറ്റ്മെന്റ് 1 ഈസ് കറക്റ്റ്, സ്റ്റേറ്റ്മെന്റ് 2 ഈസ് കറക്റ്റ്. 1 ആണ് ഉത്തരം വരിക ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 181. Question number 182 നോക്കാം. Consider the given statement again. Repeated activation of muscle can lead to fatigue. കണ്ടിന്യൂസ് ആയിട്ട് ഒരേ മസിൽ വർക്ക് ചെയ്യുമ്പോൾ അതിന് ക്ഷീണം വരും, പെയിൻ വരും. റിപ്പീറ്റഡ് ആക്ടിവേഷൻ ഓഫ് മസിൽസ് ക്യാൻ ലീഡ് ടു ദ അക്യുമുലേഷൻ ഓഫ് എന്താണ്? ലാക്റ്റിക് ആസിഡ്. ശരിയാണ്. ഡ്യൂ ടു അനൈറോബിക് ബ്രേക്ക് ഡൗൺ ഓഫ് ഗ്ലൈക്കോജൻ. അതും ശരിയാണ്. അപ്പോൾ മൊത്തത്തിൽ രണ്ടും ശരിയാണെങ്കിൽ അനൈറോബിക് ബ്രേക്ക് ഡൗൺ ഓഫ് ഗ്ലൈക്കോജന്റെ ഫലമായിട്ടാണ് ലാക്റ്റിക് ആസിഡ് ഉണ്ടാവുന്നത്. രണ്ടും ശരിയാണെങ്കിൽ എന്ത് വരും ഓപ്ഷൻ? സ്റ്റേറ്റ്മെന്റ് 1 ഈസ് കറക്റ്റ്, സ്റ്റേറ്റ്മെന്റ് 2 ഈസ് കറക്റ്റ്. 1 ഈസ് എ റൈറ്റ് ആൻസർ അഗൈൻ ഹിയർ. ക്വസ്റ്റ്യൻ നമ്പർ 182. ക്വസ്റ്റ്യൻ നമ്പർ 183 നോക്കാം. ടു ഫോം ക്രോസ് ബ്രിഡ്ജ് ഡ്യൂറിംഗ് മസിൽ കോൺട്രാക്ഷൻ. മസിൽ കോൺട്രാക്ഷൻ നടക്കുന്ന സമയത്ത് ക്രോസ് ബ്രിഡ്ജ് ഉണ്ടാവുന്നു. നമ്മളെ സ്ലൈഡിംഗ് ഫിലമെന്റ് തിയറിയിൽ ഈ ക്രോസ് ബ്രിഡ്ജ് എപ്പോഴാണ് ഉണ്ടാവുക? അതായത് ATP മയോസിന്റെ മേലെ ATP അറ്റാച്ച് ചെയ്ത് ആ ഒരു മയോസിൻ ഹെഡ് ATPase എൻസൈം ആക്ടിവിറ്റി എടുത്ത് ആ ATPയെ ADP ആക്കി മാറ്റുമ്പോൾ ഉള്ള എനർജി ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ക്രോസ് ബ്രിഡ്ജ് ഉണ്ടാവുന്നത് നമുക്കറിയാം അല്ലെ? അപ്പോൾ ദ മയോസിൻ ഹെഡ് ബൈൻഡ് ടു ദ ആക്റ്റീവ് exposed active site on actin utilize the energy from ATP hydrolysis ആണ്. മയോസിൻ ഹെഡ് എന്തുമായിട്ട് അറ്റാച്ച് ചെയ്യുന്നു? ആക്റ്റീവ് സൈറ്റ് ഓൺ ആക്ടിൻ. അത് ക്രോസ് ബ്രിഡ്ജ് ഉണ്ടാവണമെങ്കിൽ, സ്ലൈഡ് ചെയ്യുന്ന സമയത്ത് ക്രോസ് ബ്രിഡ്ജ് ഉണ്ടാവണമെങ്കിൽ ATP ഹൈഡ്രോലൈസ് ചെയ്ത് ADP ആയിട്ട് മാറും. ആ എനർജി ഉപയോഗിക്കുന്നു. ഓക്കെ, അപ്പോൾ ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 183 1 ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 184. Oxygen binding to hemoglobin in blood is. Oxygen binding to hemoglobin in blood is. ഹീമോഗ്ലോബിൻ ബൈൻഡ് ചെയ്യുന്നത്, ഓക്സിജൻ ബൈൻഡ് ചെയ്യുന്നത് എങ്ങനെ? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന മീഡിയം ആണോ? അത് തെറ്റല്ലേ. കാരണം കാർബൺ ഡൈ ഓക്സൈഡ് കൂടുമ്പോൾ ബൈൻഡിങ് കപ്പാസിറ്റി കുറയാണ് ചെയ്യുക. ഓക്സിജൻ കൂടുമ്പോഴാണ് ബൈൻഡിങ് കപ്പാസിറ്റി കൂടുന്നത്. വെൻ PO2 is more, നമ്മൾ പഠിച്ചു, more oxyhemoglobin. When PCO2 is more, oxyhemoglobin dissociate. അപ്പോൾ ഓക്സിജൻ ബൈൻഡിങ് ടു ഹീമോഗ്ലോബിൻ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ അല്ല, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് മീഡിയം കറക്റ്റ് ആണ് അല്ലെ? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കാർബൺ മോണോക്സൈഡോ ഇൻഡിപെൻഡന്റോ അല്ല. എന്താ നമുക്ക് പറയാം? ഓക്സിജൻ ബൈൻഡിങ് കപ്പാസിറ്റി ഹീമോഗ്ലോബിൻ എപ്പോഴാണ് കൂടുന്നത്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡ് കുറയുമ്പോഴാണ് ബൈൻഡിങ് കപ്പാസിറ്റി കൂടുന്നത്. കാർബൺ മോണോക്സൈഡിനും എന്താ ചെയ്യാൻ പറ്റും? ഈ ഹീമോഗ്ലോബിനുമായി കൂടിച്ചേരാം. അങ്ങനെ കൂടിച്ചേർന്നിട്ടാണ് കാർബോക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാവുന്നത്. ഓക്സി ഹീമോഗ്ലോബിൻ, കാർബോക്സി ഹീമോഗ്ലോബിൻ വിത്ത് കാർബൺ മോണോക്സൈഡ് ആണ്. കാർബാമിനോ ഹീമോഗ്ലോബിൻ ആണ് കാർബൺ ഡൈ ഓക്സൈഡ്. എന്തായാലും കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് കാർബൺ ഡൈ ഓക്സൈഡിന്റെ കോൺസെൻട്രേഷൻ കൂടുമ്പോൾ ബൈൻഡിങ് കപ്പാസിറ്റി കുറയാണ് ചെയ്യുക. ഓക്കെ, 184 2 is the right answer. ക്വസ്റ്റ്യൻ നമ്പർ 185. സ്റ്റഡി ദ കോളം. നോക്കൂ, ഇതിലേതാ വരിക? ന്യൂട്രോഫിൽ. അതിന്റെ പെർസെന്റേജ് ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാം 60-65% ഏറ്റവും കൂടുതൽ കാണുന്ന ബ്ലഡില് WBC ഏറ്റവും കൂടുതൽ കാണുന്ന WBC ന്യൂട്രോഫിൽ ആണ് അല്ലേ? അത് ശരിയാണ്.
അപ്പോൾ നമുക്ക് ഇവിടെ എ എന്നുള്ളിടത്ത് ഇത് കൊടുക്കാം. അടുത്തത് നോക്കാം. ഇസ്നോഫിൽ 2 to 3% നിങ്ങൾക്കറിയാം. എന്താണ് ജോലി? ഇൻവോൾവ് ഇൻ അലർജിക് റിയാക്ഷൻ ഓർ റെസിസ്റ്റ് അലർജി. അത് ഉത്തരമാണ്. അപ്പൊ ഇവിടെ ബിയും അത് കറക്റ്റ് ആണ്. ഇനി 25 to 33 ഓർ 20-25% ആരാ ഉള്ളത്? സിന്തസിസ് ഓഫ് ആന്റിബോഡി എന്ന് പറയുന്നുണ്ട്. 20-25% നമ്മൾ പഠിച്ചത്. എന്നാലും സ്ലൈറ്റ്ലി അത് ആരാണ്? അത് ലിംഫോസൈറ്റ്സ് ആണ്. അത് സി കൊടുക്കാം. പിന്നെ ബേസോഫിൽ ഏറ്റവും കുറവ് 0 to 0.5 to 1% മാക്സിമം. അതെന്താ അതിന്റെ ജോലി? ഇറ്റ് വിൽ സെക്രീറ്റ് ഹെപ്പാരിൻ. അതും ശരിയല്ലേ? ഇത് സി ആണ്, ഇത് ഡി ആണ്. ഹെപ്പാരിൻ അല്ലെ, സെറോട്ടോണിൻ, ഹിസ്റ്റമിൻ, സെറോട്ടോണിൻ ഒക്കെ പഠിച്ചില്ലേ നിങ്ങൾ? ഇതൊക്കെ ബേസോഫിലിന്റെ ജോലി. അപ്പോ 1 വരുമല്ലോ. ഇതിലെല്ലാം ശരിയായത് 1 അല്ലേ? മറ്റേത് ഇതൊക്കെ വ്യത്യാസം കണ്ടത് ഒക്കെ തെറ്റാ. ആദ്യം നോക്കുമ്പോൾ തന്നെ തെറ്റാണ്, ബാക്കി നോക്കേണ്ട ആവശ്യമില്ല. സോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓരോന്നിന്റെയും പെർസെന്റേജ്. ഇസ്നോഫിൽ 2 to 3%, ബേസബിൾ 0.5 to 1%, ന്യൂട്രോഫിൽ 60-65%, മോണോസൈറ്റ് 6 to 8%, ലിംഫോസൈറ്റ് 20-25%. അതിന്റെ ഫംഗ്ഷൻ അടക്കം ഈ ചാർട്ടിലുണ്ട്. ഓക്കെ, നമുക്ക് സെക്ഷൻ ബിയിലോട്ട് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 186. ബ്ലഡ്സ് ഓസ്മോട്ടിക് പ്രഷർ is greater than the osmotic pressure of the surrounding interstitial fluid that is outside the capillary. ഇപ്പൊ നമ്മള് ഒരു ബ്ലഡ് വെസൽ എടുക്കാം. ഒരു ബ്ലഡ് വെസൽ എടുക്കുന്നു. ആ ബ്ലഡ് വെസലിന്റെ ഉള്ളിലുള്ള ഈ ഓസ്മോട്ടിക് പ്രഷർ ചുറ്റുമുള്ളതിനെ അപേക്ഷിച്ചിട്ട് കൂടുതലായിരിക്കും. അതായത് ബ്ലഡ് വെസലിന്റെ ഉള്ളിലുള്ള ഓസ്മോട്ടിക് പ്രഷർ, ബ്ലഡ് ഓസ്മോട്ടിക് പ്രഷർ is greater than osmotic pressure in the surrounding interstitial fluid that outside the capillary. കാപ്പിലറിക്ക് ഉള്ളിൽ ബ്ലഡ് ആണ്, അതിന്റെ പുറത്തൊരു ഫ്ലൂയിഡ് ഉണ്ട്. ആ ഫ്ലൂയിഡിനേക്കാൾ ഓസ്മോട്ടിക് പ്രഷർ ബ്ലഡിൽ കൂടുതലായിരിക്കും. എന്തിനാണ് കൂടുതൽ? അല്ലെങ്കിൽ എന്താ സംഭവിക്കുക? ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എക്സ്ചേഞ്ച് വരും. അപ്പൊ ശരിക്കും ബ്ലഡ് ഇതിനുള്ളില്, ബ്ലഡ് വെസലിന്റെ ഉള്ളിലുള്ള ബ്ലഡില് ഓസ്മോട്ടിക് പ്രഷർ കൂടിയാൽ മാത്രമേ ബ്ലഡ് വളരെ നല്ല രീതിയിൽ പമ്പ്സ് ഔട്ട് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു? മറ്റു ഭാഗത്തേക്ക് പോകും. അതിലുള്ള മുഴുവനായിട്ട് ബ്ലഡ് പോകുന്നല്ല പറഞ്ഞത്, അതിലെ ഇൻഗ്രീഡിയൻസ് പോവാം. അപ്പൊ അതുകൊണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആണ് ഈ ഒരു സംവിധാനം. അത് എന്തുകൊണ്ടാ ഈ ബ്ലഡ് പ്രഷർ കൂടാൻ കാരണം എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതിന് ഉത്തരം അതിനകത്തുള്ള പ്ലാസ്മ പ്രോട്ടീൻ ആണ്. നമ്മൾ പഠിച്ചു ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ, ഈ 3 പ്ലാസ്മ പ്രോട്ടീനെ പറ്റി. അതിൽ ആൽബുമിൻ ഹെൽപ്പ് ഇൻ ഓസ്മോട്ടിക് ബാലൻസ് എന്ന് പറയുന്നില്ലേ? അപ്പൊ ആൽബുമിൻ പോലുള്ള പ്ലാസ്മ പ്രോട്ടീൻ ബ്ലഡിനകത്ത് ഉള്ളത് കൊണ്ടാണ് ബ്ലഡിന്റെ ഓസ്മോട്ടിക് പ്രഷർ കൂടാൻ കാരണം. ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 186, എങ്കിൽ മാത്രമേ ബ്ലഡ് നല്ല രീതിയിൽ ബ്ലഡ് വെസലിലൂടെ ഒഴുകുള്ളൂ. അപ്പോൾ 186-ൽ 3 is the right answer. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 187 എടുക്കാം. അസർഷൻ റീസൺ ടൈപ്പ് ആണ്. ഹാർട്ട് ഫെയിലിയർ ഈസ് സംടൈംസ് കോൾഡ് കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ. ഹാർട്ട് ഫെയിലിയറിനെ നമ്മൾ ഹാർട്ട് ഫെയിലിയർ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? നമുക്ക് അടുത്തതിൽ നോക്കാം. അസർഷൻ അല്ലേ? ഹാർട്ട് ഫെയിലിയറിനെ നമ്മൾ ചിലപ്പോൾ കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ എന്ന് പറയാറുണ്ട്. ശരിയാണ്. എന്തുകൊണ്ടാണത്? ഹാർട്ട് ഫെയിലിയർ എന്ന വാക്കിന് അർത്ഥം എന്താ? വേണ്ടത്ര ബ്ലഡ് ഹാർട്ടിന് പമ്പ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. അതായത് ഹാർട്ട് ഫെയിലിയർ മീൻസ് സ്റ്റേറ്റ് ഓഫ് ഹാർട്ട് when it is not pumping blood effectively enough to meet the needs of the body. വേണ്ടത്ര, നമ്മൾ 5 ലിറ്റർ ബ്ലഡ് ആണ് ഒരു മിനിറ്റിൽ പമ്പ് ചെയ്യുക. അതിന് വേണ്ടത്ര അളവിൽ പമ്പ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ഹാർട്ട് ഫെയിലിയർ. ആൻഡ് കൺജക്ഷൻ ഓഫ് ദ ലങ്സ് ഈസ് എ മേജർ സിംറ്റം. അതിന്റെ ഫലമായിട്ട് ഈ കൺജക്ഷൻ ഓഫ് ദ ലങ്സിൽ ഒരു പിടുത്തം പോലെ ഉണ്ടാവും. ഇതുകൊണ്ടാണ് ഇതിനെ കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ശരിയാണ്. കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ലേ? ഇവിടെ നോക്കൂ, ബോത്ത് എ ആൻഡ് ആർ ട്രൂ ആൻഡ് ആർ ഇസ് ദ കറക്റ്റ്ലി എക്സ്പ്ലെയിൻ എ. അപ്പൊ ക്വസ്റ്റ്യൻ നമ്പർ 187-ൽ 1 വരും. ക്വസ്റ്റ്യൻ നമ്പർ 188 നോക്കാം. ഐഡന്റിഫൈ ഇൻകറക്റ്റ്ലി മാച്ച്ഡ് പെയർ. ഓർണിത്തോറിംഗസ് ഒവിപാരസ് മാമലാണ്, മുട്ടയിടുന്ന മാമലാണ്, ഒവിപാരസ് ആണ്. ഡക്ക് ബിൽഡ് പ്ലാറ്റിപ്പസ് ഓർണിത്തോറിംഗസ് ശരിയാണ്. മാക്രോപ്പസ് കങ്കാരു ആണ്. മർസൂപ്പിയൽ മാമലാണ് ശരിയാണ്. ബെലനോപ്റ്റിറ ബ്ലൂ വെയിലാണ്, ലാർജസ്റ്റ് ആണ്. പക്ഷെ അത് ലാൻഡ് മാമൽ അല്ല. മൊത്തത്തിലുള്ള മാമൽസിൽ ഏറ്റവും വലുതാണ് ബെലിനോപ്റ്റിറ ബ്ലൂ വെയിൽ, അത് ലാൻഡിലുള്ളതല്ല. പിന്നെ ടെറോപ്പസ് ഫ്ലൈയിങ് മാമലാണ്, ബാറ്റ് ആണ് അല്ലെ, ഫ്ലൈയിങ് ഫോക്സ് എന്ന് പറയും, അത് ശരിയാണ്. അപ്പോൾ ഇതിൽ ഐഡന്റിഫൈ ദ ഇൻകറക്റ്റ്ലി എന്ന് ചോദിക്കുമ്പോൾ 3 ആണ്.
Question number 188. Question number 189. Consider the two statement. Statement 1 എന്താ? In general, species diversity increases as we move away from equator towards the pole. അങ്ങനെയാണോ നമ്മൾ പഠിച്ചത്? അതായത് നമ്മളിപ്പോ ഇത് പഠിച്ച ഇത് ഇക്വേറ്റർ, ഈ രണ്ട് സൈഡിലും ട്രോപ്പിക്കൽ, രണ്ട് സൈഡിലും ടെമ്പറേറ്റ്, പോളാർ, ഇങ്ങനെയല്ലേ പഠിക്കുന്നത്? അങ്ങനെ വരുന്ന സമയത്ത് ഇക്വേറ്ററിൽ നിന്ന് സൗത്തിലേക്കും നോർത്തിലേക്കും പോകുമ്പോൾ ബയോഡൈവേഴ്സിറ്റി കുറയുകയാണ് എന്നാണ് നമ്മൾ പഠിച്ചത്. ഏറ്റവും കൂടുതൽ ട്രോപ്പിക്കൽ റീജിയൻ നിയർ ദ ഇക്വേറ്റർ. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ അപ്പുറത്തെത്തുമ്പോൾ ടെമ്പറേറ്റ് റീജിയനിൽ വീണ്ടും കുറഞ്ഞു, പോളാറിൽ വീണ്ടും കുറഞ്ഞു. അപ്പോൾ ഇക്വേറ്ററിൽ നിന്ന് പോളാറിലേക്ക് പോകുമ്പോൾ ലാറ്റിറ്റ്യൂഡ് കൂടും, പക്ഷെ ബയോഡൈവേഴ്സിറ്റി കുറയുമെന്നാണ്. ഇതിൽ സ്പീഷീസ് ഡൈവേഴ്സിറ്റി ഇൻക്രീസസ് എന്നാണ് പറയുന്നത്. അപ്പൊ അത് തെറ്റാണ് സ്റ്റേറ്റ്മെന്റ്. പിന്നെ വിത്ത് വെരി ഫ്യൂ എക്സെപ്ഷൻസ് ട്രോപ്പിക് ഹാർബേഴ്സ് മോർ സ്പീഷീസ് ദാൻ ടെമ്പറേറ്റ് ആൻഡ് പോളാർ റീജിയൻ. ശരിയല്ലേ? അതിപ്പോ ഞാൻ പറഞ്ഞിട്ടല്ലേ ഉള്ളൂ. അതായത് ട്രോപ്പിക്കൽ റീജിയനിൽ ഒരുപാട് ബയോഡൈവേഴ്സിറ്റി ഉണ്ട് ദാൻ ടെമ്പറേറ്റ് ആൻഡ് പോളാർ റീജിയൻ. അത് ശരിയാണ്. അതിന് പല കാരണങ്ങളായിട്ടും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിലെന്താ വരിക? ഈ ഓപ്ഷൻ വരുന്ന സമയത്ത് ക്വസ്റ്റ്യൻ നമ്പർ 189 എന്താണ്? ആദ്യത്തത് തെറ്റാണ്, രണ്ടാമത്തത് ശരിയാണ്. അപ്പോൾ ഏത് വരും? ഇത് സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ഇൻകറക്റ്റ്, സ്റ്റേറ്റ്മെന്റ് 2 ഈസ് കറക്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ 3 അല്ലേ വരിക? ക്വസ്റ്റ്യൻ നമ്പർ 189 ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ഇൻകറക്റ്റ്, സ്റ്റേറ്റ്മെന്റ് 2 ഈസ് കറക്റ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 190. ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട്സ് ആർ ക്യാരക്ടറൈസ്ഡ് ബൈ. ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് എന്ന് പറയുന്നത് ക്യാരക്ടറൈസ്ഡ് ബൈ ഓൾ ദ ഫോളോയിങ് ഫീച്ചേഴ്സ് എക്സെപ്റ്റ് എന്നാണ് ചോദ്യം. ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് എന്ന് പറയുന്നത് എന്താണ്? ദ പ്രസൻസ് ഓഫ് ലാർജ് നമ്പർ ഓഫ് സ്പീഷീസ് ഡൈവേഴ്സിറ്റി കൂടുതലായിരിക്കണം, അത് ശരിയാണ്. ഹൈ ഡിഗ്രി ഓഫ് എൻഡമിസം. എൻഡമിസം മീൻസ് അപൂർവ ഇനം, അതായത് ഏതെങ്കിലും ഒരു ഏരിയയിൽ കാണുന്ന സ്പീഷീസ് മറ്റേ ഏരിയയിൽ കാണാൻ പാടില്ല. ഓക്കെ, ദെൻ മോസ്റ്റ്ലി ലൊക്കേറ്റഡ് ഇൻ ദ ട്രോപ്പിക്കൽ റീജിയൻ, അതും ശരിയാണ്. അടുത്തത് നോക്കൂ, ഖാസി ആൻഡ് ജെയിൻഷ ഹിൽസ് ഓഫ് മേഘാലയ ഈസ് എ ഹോട്ട്സ്പോട്ട്. തെറ്റാണ്. 25 ഹോട്ട്സ്പോട്ട് അത് പിന്നീട് 34 മാറ്റി. അതിൽ 3 ഇന്ത്യയിലോ ഇന്ത്യ ഷെയർ ചെയ്യുന്നോ ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ വെസ്റ്റേൺ ഘട്ടൻ, ശ്രീലങ്ക, ഇൻഡോ ബർമ ആൻഡ് ഹിമാലയാണ്. ഈ ഖാസി ആൻഡ് ജെയിൻഷ ഹിൽസ് ഓഫ് മേഘാലയ എന്ന് പറയുന്നത് ഹോട്ട്സ്പോട്ട് അല്ല, അത് സേക്രഡ് ഫോറസ്റ്റ് ഓഫ് ഇന്ത്യ ആണ്. ഇന്ത്യയിലെ സേക്രഡ് ഫോറസ്റ്റിൽ ഒരു ഉദാഹരണമാണ് ഖാസി ആൻഡ് ജെയിൻഷ ഹിൽസ് ഓഫ് മേഘാലയ. അപ്പൊ അതുകൊണ്ട് ഇതിൽ തെറ്റുള്ളത് 4 ആണ്. ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 194 ഇസ് ദ റൈറ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 191 എടുക്കാം. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആൻഡ് സെലക്ട് ദ ഇൻകറക്റ്റ് വൺ. IgG is the smallest and most abundant antibody. IgG എന്ന് പറയുന്നത് എന്താണ്? സ്മോളസ്റ്റും മോസ്റ്റ് അബണ്ടന്റുമാണ്. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, അത് ശരിയാണ്. മോസ്റ്റ് അബണ്ടന്റ് ആണ്. മോളിക്കുലാർ വെയിറ്റ് വളരെ കുറവുള്ളതാണ് IgG. പിന്നെ ആന്റിജൻ ബൈൻഡിങ് സൈറ്റ് ആർ പ്രസന്റ് അറ്റ് സി ടെർമിനൽ ഓഫ് ദ ആന്റിബോഡി. ആന്റിജൻ ബൈൻഡിങ് സൈറ്റ് എവിടെയാ കാണുക? നോക്കൂ നിങ്ങൾ ഈ ചിത്രത്തിൽ. ഇതാണ് ആന്റിബോഡിയുടെ ചിത്രം. ഇതിനകത്ത് ആന്റിജൻ ബൈൻഡിങ് സൈറ്റ് കാണുന്നത് നോക്കൂ നിങ്ങൾ, ഈ ഭാഗമാണ്. എന്ന് പറഞ്ഞാൽ ഒരു ഹെവി ചെയിനിന്റെയും ഒരു ലൈറ്റ്, ഇത് ചോദിച്ച ക്വസ്റ്റൻ ആണ്, ഒരു ഹെവി ചെയിനിന്റെയും ഒരു ലൈറ്റ് ചെയിന്റെയും ഇടയ്ക്കുള്ള വേരിയബിൾ റീജിയൻ. ഈ ഓറഞ്ചും റെഡിലും കാണിച്ചത് സ്റ്റേബിൾ റീജിയൻ ആണ്, എല്ലാം സെയിം ആണ്. പക്ഷെ ആ നീലയിലും മഞ്ഞയിലും കാണിച്ചത് വേരിയബിൾ റീജിയൻ ആണ്. ഓരോ ആന്റിബോഡിക്കും വ്യത്യാസമാണ്. ആ വേരിയബിൾ റീജിയനിലുള്ള ഒരു ഹെവി ചെയിനിനും ഒരു ലൈറ്റ് ചെയിനും ഇടയ്ക്കുള്ള ഭാഗത്താണ് ആന്റിജൻ ബൈൻഡിങ് സൈറ്റ് കാണുന്നത്. അത് ക്ലിയർ ആണല്ലോ. മാത്രമല്ല അത് എൻ ടെർമിനലാണ്. നോക്കൂ നിങ്ങൾ, മുകളിൽ എൻ ടെർമിനലും താഴെ സി ടെർമിനലുമാണ്. അപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്നത് നോക്കൂ, ആന്റിജൻ ബൈൻഡിങ് സൈറ്റ് പ്രസന്റ് സി ടെർമിനൽ എന്ന് പറഞ്ഞാൽ തെറ്റല്ലേ? അത് എൻ ടെർമിനൽ അല്ലേ കാണുന്നത്? ഞാൻ റൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. ഒരു അമിനോ ആസിഡില്, ഒരു പോളിപെപ്റ്റൈഡിൽ ആദ്യത്തെ അമിനോ ആസിഡാണ് എൻ, ഏറ്റവും അവസാനത്തിനാണ് സി എന്ന് പറയുക. അറിയാലോ. നാച്ചുറൽ കില്ലർ സെൽസ് ആർ ദ ടൈപ്പ് ഓഫ് ലിംഫോസൈറ്റ് അസോസിയേറ്റ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി. നമ്മൾ പഠിച്ചു, ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയുടെ ബാരിയറിൽ വരുന്ന, സെല്ലുലാർ ബാരിയറിൽ വരുന്നതാണ് നാച്ചുറൽ കില്ലർ സെൽ. Then cell mediated immunity response is mediated by T lymphocyte. CMI is responsible for graft rejection, is mediated by T lymphocytes. ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഇതിൽ ഏതാണ് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്? 2 ആണ്. ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 191, 2 is the right answer. ക്വസ്റ്റ്യൻ നമ്പർ 192 എടുക്കാം. Gene regulation prokaryote is carried out.
എക്സ്ക്ലൂസീവ്ലി അറ്റ് ദ ലെവൽ ഓഫ്, നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ജീൻ റെഗുലേഷൻ, ഇത് മോളിക്കുലാർ ബേസിസിലെ നമ്മുടെ ലാക്കോപ്രോൺ എന്ന ആ ഭാഗവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ജീൻ റെഗുലേഷൻ പ്രോകാരിയോട്സില്, നമ്മൾ യൂകാരിയോട്സിൽ 4 ലെവലായിട്ട് റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ പ്രോകാരിയോട്സില് അത് എക്സ്ക്ലൂസീവ്ലി ഏത് ലെവലിൽ മാത്രമേ ഉള്ളൂ? ഇനീഷ്യേഷൻ ഓഫ് ദ ട്രാൻസ്ക്രിപ്ഷൻ മാത്രമേ ഉള്ളൂ. കാരണം എന്താന്ന് വെച്ചാൽ ഈ നമുക്ക് ഉണ്ടാവുന്ന, നമുക്കറിയാം ആദ്യം ട്രാൻസ്ക്രിപ്ഷൻ നടന്ന് HNRNA ഉണ്ടാവും. ആ HNRNA ഇമ്മച്ചുവർ ആണ്. അത് എന്ത് ചെയ്യണം? അത് mRNA ആവുന്ന പ്രോസസ്സിംഗ് സ്റ്റെപ്പുകളുണ്ട്, സ്പ്ലൈസിംഗ് പോലുള്ള. അത് കഴിഞ്ഞിട്ട് അതുണ്ടാവുന്നത് ഈ mRNA ഉണ്ടാവുന്നത് ന്യൂക്ലിയസിലാണ്. പക്ഷെ ട്രാൻസ്ലേഷൻ നടക്കുന്നത് സൈറ്റോപ്ലാസത്തിലാണ്. അങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യണം, എന്നിട്ട് ട്രാൻസ്ലേഷനെ റെഗുലേറ്റ് ചെയ്യണം. എന്നാൽ പ്രോകാരിയോട്സിനെ സംബന്ധിച്ചിടത്തോളം ട്രാൻസ്ക്രിപ്ഷൻ തീരുന്നതിന്റെ മുമ്പേ തന്നെ ട്രാൻസ്ലേഷൻ തുടങ്ങുന്നു. കാരണം ഒരേ കമ്പാർട്ട്മെന്റിലാണ്. അതുകൊണ്ട് നമുക്ക് നിങ്ങളെ NCERT പേജ് നമ്പർ 115, 116 കൊടുത്ത കാര്യമാണ്. 4 റെഗുലേഷൻ. ട്രാൻസ്ക്രിപ്ഷൻ HNRNA ഉണ്ടാവുന്നു, പ്രോസസ് ചെയ്യുന്നു, അതിനുശേഷം ഉണ്ടാവുന്ന mRNA മൈഗ്രേറ്റ് ചെയ്യുന്നു സൈറ്റോപ്ലാസം, ട്രാൻസ്ലേഷൻ നടക്കുന്നു യൂകാരിയോട്സിൽ. പക്ഷെ ഇൻ പ്രോകാരിയോട്സ് കൺട്രോൾ ഓഫ് ദ റേറ്റ് ഓഫ് ട്രാൻസ്ക്രിപ്ഷണൽ ഇനീസിയേഷൻ ഈസ് ദ പ്രെഡോമിനന്റ് സൈറ്റ് ഫോർ കൺട്രോൾ. കണ്ടോ? അപ്പോൾ എന്താ വരിക? ഇനീസിയേഷൻ ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ എന്നുള്ള ഈ ഒരു പോയിന്റ് ആണ് പ്രോകാരിയോട്സിൽ ആവശ്യമുള്ളൂ. സോ ക്വസ്റ്റ്യൻ നമ്പർ 192, 1 is the right answer. ക്വസ്റ്റ്യൻ നമ്പർ 193, വാട്ട് ഈസ് ട്രൂ അബൌട്ട് tRNA? മക്കളെ, ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിലിന്റെ ഈ ക്വസ്റ്റ്യൻ നമ്മൾ ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ക്യാൻസൽ ചെയ്യാൻ കാരണം എന്ന് ഞാൻ പറഞ്ഞു തരാം, ശ്രദ്ധിക്കുക. വാട്ട് ഈസ് ട്രൂ അബൌട്ട് tRNA ആണ് ചോദ്യം. നോക്കൂ, ഇറ്റ് ബൈൻഡ് വിത്ത് an amino acid that is 3' end. ശരിയല്ലേ? 3' എൻഡിലാണ് അമിനോ ആസിഡ് ബൈൻഡ് ചെയ്തിരിക്കുന്നത്. ചാർജിങ് ഓഫ് tRNA occurs during ട്രാൻസ്ലേഷൻ. ട്രാൻസ്ലേഷൻ സമയത്ത് നടക്കുന്ന ഒരു സ്റ്റെപ്പാണ് ചാർജിങ് ഓഫ് tRNA എന്ന് പറയുന്നത്. ആദ്യം നമുക്ക് എന്ത് ചെയ്യണം? ആക്ടിവേഷൻ ഓഫ് അമിനോ ആസിഡ്. ആ അതായത് അമിനോ ആസിഡ് എൻസൈമുമായി കൂടിച്ചേർന്ന് ATPയുടെ സഹായത്താൽ അത് ആക്ടിവേറ്റ് ചെയ്യണം. ആ ഒരു അമിനോ ആസിഡ് ആണ് വന്നിട്ട് എന്ത് ചെയ്യുന്നത്? tRNA അറ്റാച്ച് ചെയ്യുന്നത്. അപ്പൊ ചാർജിങ് ഓഫ് tRNA എന്ന് പറയുന്നത് ട്രാൻസ്ലേഷന്റെ ഒരു സ്റ്റെപ്പാണ്. അതും ശരിയാണ്. നമ്മളോട് ചോദിച്ചു കണ്ടില്ലേ, വാട്ട് ഈസ് ട്രൂ അബൌട്ട് tRNA? 2 ഇതിൽ ശരിയാണ്. ബാക്കി നോക്കാം. ഇറ്റ് ഹാസ് എ കോഡോൺ അറ്റ് 1 end, റിക്കഗ്നൈസ് ആൻഡ് ആന്റി കോഡോൺ. നേരെ തിരിച്ചിട്ടാ വേണ്ടത്. tRNAയിൽ ആന്റി കോഡോണും RNAയിൽ കോഡോണുമാണ് വേണ്ടത്. അതുകൊണ്ട് ഇത് തെറ്റാണ്. പിന്നെ ഇറ്റ് ലുക്ക് ക്ലോവർ ലീഫ് ഇൻ ദ 3-dimensional സ്ട്രക്ചർ. ക്ലോവർ ലീഫ് മോഡൽ 2-dimensional ആണ്. ഇൻവേർട്ടഡ് L ആണ് 3-dimensional. ഇപ്പൊ ഇതിൽ ചോദിച്ച അബൌട്ട് ട്രൂ ചോദിച്ചാൽ 2 ശരിയായ കാരണത്താലാണ്, മൾട്ടി ഓപ്ഷൻ വന്ന കാരണത്താലാണ് ഈ 193 എന്ന ക്വസ്റ്റ്യൻ നമ്മൾ ക്യാൻസൽ ചെയ്തത്. ഓക്കെ, ഉത്തരം മനസ്സിലായല്ലോ? ഇതിൽ 1ഉം 2ഉം ശരിയാണ്. എന്നാൽ 193 ഒരിക്കൽ കൂടെ നമ്മൾ ഓൺലൈനിന് 193 കൊടുത്തിട്ടുണ്ട്. ആ 193 നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ക്വസ്റ്റ്യൻ മാറ്റി നോക്കൂ. വാട്ട് ഈസ് റോങ് അബൌട്ട് tRNA എന്നാണ്. റോങ് ഏതാണോ ചോദിച്ചത് നോക്കാം. ഇറ്റ് ബൈൻഡ് വിത്ത് അമിനോ ആസിഡ് 3' end ശരിയാണ്. ചാർജിങ് ഓഫ് tRNA ഒക്കെ ട്രാൻസ്ലേഷൻ ശരിയാണ്. ഇറ്റ് ലുക്ക് ലൈക്ക് ക്ലോവർ ലീഫ് ഇൻ ദ സെക്കൻഡറി സ്ട്രക്ചർ, അതും ശരിയാണ്. ടെർഷറി എന്നുള്ളത് സെക്കൻഡറി ആക്കി കൊടുത്തു, അപ്പൊ അത് ശരിയാണ്. നേരത്തെ പറഞ്ഞ ഈ സംഭവം തെറ്റാണ്. ആന്റി കോഡോൺ ആണ് tRNAയിൽ, കോഡോൺ ആണ് mRNAയിൽ. ഒരു വ്യത്യാസം മാത്രമേ ചെയ്തുള്ളൂ. ഇതിനകത്തുള്ള ടെർഷറി മാറ്റിയിട്ട് സെക്കൻഡറി ആക്കി. അതേപോലെ തന്നെ എന്താ റൈറ്റ് ഉള്ളത് റോങ് സ്റ്റേറ്റ്മെന്റ് ആക്കി. ഇപ്പോൾ ഓൺലൈനുകാർക്ക് ഇത് വർക്ക് ചെയ്യും, പക്ഷേ ഓഫ്ലൈനിൽ ഇതിലുള്ള സാധാരണ എക്സാമിന് നമ്മളിത് ക്യാൻസൽ ചെയ്തിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻ. ഓക്കെ, ഫോർ ക്വസ്റ്റ്യൻ നമ്പർ റോങ് അല്ലേ ചോദിച്ചത്? 3 is the right answer for question number 193. ക്വസ്റ്റ്യൻ നമ്പർ 194 നിങ്ങൾക്ക് വേണ്ടിയതാ. 3' എൻഡിലാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. കണ്ടില്ലേ, ഇത് ആന്റി കോഡോൺ ആണ്, ഇവിടെയാണ് കോഡോൺ ഇരിക്കുന്നത്. നേരെ തിരിച്ചിട്ടാണ് തന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 194, അൺട്രാൻസ്ലേറ്റഡ് റീജിയൻ UTR%. ട്രാൻസ്ലേഷന് അൺട്രാൻസ്ലേറ്റഡ് റീജിയൻ ഉണ്ട്. ഇതെവിടെയാ? ബിഫോർ ആൻഡ് ആഫ്റ്റർ സ്റ്റോപ്പ് കോഡോൺ ആണോ? അല്ല. ആഫ്റ്റർ ദ സ്റ്റാർട്ട് കോഡോൺ ആൻഡ് ബിഫോർ ദ സ്റ്റോപ്പ് കോഡോൺ ആണോ? അതും അല്ല. ട്രാൻസ്ലേറ്റ് ചെയ്ത് എന്താണ് ട്രാൻസ്ലേറ്റഡ് റീജിയൻ? ഇപ്പോ ട്രാൻസ്ലേറ്റഡ് റീജിയൻ എന്ന് പറയുമ്പോൾ ഇവിടെ എന്തുണ്ടാവണം? ഇവിടെ AUG വേണം, അതായത് നമ്മളെ സ്റ്റാർട്ടർ കോഡോൺ വേണം, ഇവിടെ ഒരു സ്റ്റോപ്പ് കോഡോണും വേണം. അതിന്റെ ഇടയ്ക്കുള്ള ഏരിയ ആയിരിക്കുമല്ലോ ട്രാൻസ്ലേറ്റ് ചെയ്യുക. ഈ AUGക്ക് മുമ്പുള്ള ഭാഗവും അതുപോലെ ഇതിന് ശേഷമുള്ള ഭാഗമാണ് അൺട്രാൻസ്ലേറ്റഡ് റീജിയൻ. അപ്പൊ എന്ത് പറയാം? ബിഫോർ ആൻഡ് ആഫ്റ്റർ സ്റ്റാർട്ട് കോഡോണും അല്ല. എന്ത് പറയണം? ബിഫോർ ദ സ്റ്റാർട്ട് കോഡോൺ ആൻഡ് ആഫ്റ്റർ ദ സ്റ്റോപ്പ് കോഡോൺ. സ്റ്റാർട്ട് കോഡോണിന് മുമ്പേയും
സ്റ്റോപ്പ് കോഡോണിന് ശേഷവുമാണ്. അതാണ് അൺട്രാൻസ്ലേറ്റഡ് റീജിയൻ UTR എന്ന് നമ്മൾ പറയാം. ഓക്കെ, അപ്പോ 4 ഈസ് ദ റൈറ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 194. ഇത് നിങ്ങൾക്ക് കാണാം. എ ട്രാൻസ്ലേഷൻ യൂണിറ്റ് in mRNA സീക്വൻസ് ഓഫ് RNA ഫ്ലാങ്ക്ഡ് ബൈ സ്റ്റാർട്ടർ കോഡോൺ AUG ആൻഡ് സ്റ്റോപ്പ് കോഡോൺ. അതിനകത്ത് സം അഡീഷണൽ സീക്വൻസ് നോട്ട് ട്രാൻസ്ലേറ്റഡ്, ദേ ആർ കോൾഡ് UTR. UTR are present at the 5' end before the start codon and 3' end after the stop codon. എന്തിനു വേണ്ടിയിട്ട്? എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയിട്ട്. ഇതിൽ NCERT ടെസ്റ്റ് ഉള്ള ഭാഗമാണ് ട്രാൻസ്ലേഷൻ റീജിയൻ മോളിക്കുലർ ബേസിസ്. ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 194, 4 is the right answer. ക്വസ്റ്റ്യൻ നമ്പർ 195, match the column with respect to process of translation. ഇതില് UTR എന്താടാ? ABCD എടുക്കാം. UTR എന്താ? UTR എന്ന് പറയുമ്പോൾ ഫോർ എഫിഷ്യൻസി അല്ലേ, ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ എഫിഷ്യൻസിക്കാണ് UTR, അൺട്രാൻസ്ലേറ്റഡ് റീജിയൻ. rRNA എന്താ? rRNA act as a catalyst. Then mRNA provide the template 2 and tRNA read the genetic code 3. അല്ലേ? ഓരോന്നിനും ജോലി നമുക്കറിയാം. mRNA provide the template, tRNA read the code and bring the amino acid, and catalytical role is done by rRNA. അപ്പോൾ 4, 1, 2, 3 എന്നുള്ള ഓപ്ഷൻ വരണം. 4 അതേത് വരും? 4, 1, 2, 3. 2 is the right answer for question number 195. Question number 196 എടുക്കാം. What is wrong with respect to sex determination in honeybee? ഹണിബിയിലെ സെക്സ് ഡിറ്റർമിനേഷനുമായി റോങ് ഏതാണ്? അൺഫെർട്ടിലൈസ്ഡ് എഗ് ഡെവലപ്ഡ് ആസ് മെയിൽ ബൈ മീൻസ് ഓഫ് പാർത്തനോജനസിസ്. അത് ശരിയാണ്. അൺഫെർട്ടിലൈസ്ഡ് എഗ് പാർത്തനോജനസിസ് വഴിയാണ് ഡെവലപ്പ് ചെയ്ത് മെയിൽ ആവുന്നത്. യൂണിയൻ ഓഫ് സ്പെർം ആൻഡ് എഗ് ഡെവലപ്പ് ആസ് ഫീമെയിൽ, അതും ശരിയാണ്. ഓൾ വർക്കേഴ്സ് ആൻഡ് മെയിൽ വിൽ ഹാവ് 16 ക്രോമസോം ആൻഡ് QR 32, തെറ്റല്ലേ? വർക്കർ ബിക്ക് 32 ആണ്. ഓൺലി മെയിൽ പൊസസ് 16, വർക്കർ ബി ആൻഡ് ക്യൂൻ പൊസസ് 32. അപ്പൊ അത് തെറ്റാണ്. മെയിൽ പ്രൊഡ്യൂസ് സ്പെർം ബൈ മൈറ്റോസിസ്, അതും ശരിയാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. സോ 3 is the right answer. റോങ് സ്റ്റേറ്റ്മെന്റ്, റൈറ്റ് ആൻസർ ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 196. ക്വസ്റ്റ്യൻ നമ്പർ 197 എടുക്കാം. ഡ്യൂറിംഗ് DNA പാക്കേജിംഗ് the eukaryotic cell non-histone chromosomal protein NHC protein നമ്മൾ പഠിച്ചിട്ടുണ്ട്. are not required അല്ല, are required from beginning to the end of packaging അല്ല, are required only earlier stage of packaging അല്ല, are required for high level of packaging. നമ്മൾ NCERT കൃത്യമായിട്ട് ആ ന്യൂക്ലിയോസോമിന്റെ താഴെ കൊടുത്തിട്ടുണ്ട്. for better or higher level of packaging another set of protein called non-histone chromosomal protein is required എന്ന്. അപ്പോൾ ഹയർ ലെവൽ ഓഫ് പാക്കേജിംഗ് അത് ആവശ്യം. 197. ക്വസ്റ്റ്യൻ നമ്പർ 198 നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയർ ഈസ് റോങ്ലി മാച്ച്? ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയർ ഈസ് റോങ്ലി മാച്ച്ഡ് എന്നാണ് ചോദ്യം. ഫാക്ടേഴ്സ് ഡിസ്ക്രീറ്റ് യൂണിറ്റ് ആണ്, അത് ശരിയാണ്. ഫാക്ടേഴ്സ്, മെന്റലിന്റെ ഫാക്ടേഴ്സ് ഡിസ്ക്രീറ്റ് യൂണിറ്റ് ആണ്. മൾട്ടിപ്പിൾ അലിലിസത്തിന് ഉദാഹരണമാണ് ABO ബ്ലഡ് ഗ്രൂപ്പിംഗ്, അതും ശരിയാണ്. ഫീമെയിൽ ഡ്രോസോഫില ഹെറ്ററോഗാമറ്റിക് ആണോ? ഫീമെയിൽ ഡ്രോസോഫില എക്സസ് ഫീമെയിൽ ആൻഡ് XY മെയിൽ ആണ്. അപ്പോൾ ഹോമോഗാമറ്റിക് ആണ്. ഹെറ്ററോഗാമറ്റിക് തെറ്റാണ്. ഫീമെയിൽ, മെയിൽ ആണ് ഹെറ്ററോഗാമറ്റിക്. ഇൻബോൺ എറർ ഇൻ മെറ്റബോളിസം ഫിനൈൽ കീറ്റോൺ യൂറിയ നമ്മൾ പഠിച്ചതാണ്. സോ ക്വസ്റ്റ്യൻ നമ്പർ 198 നമ്മളോട് ചോദിച്ചാൽ റോങ്ലി മാച്ച്ഡ് ആണ്. 3 is the right answer. ആൻഡ് ക്വസ്റ്റ്യൻ നമ്പർ 199, 50% of male gamete have only autosome and the rest 50 have both autosome and sex chromosome. ഇത് ആരുടെ പ്രത്യേകതയാണ്? ഇത് പറയാൻ നമുക്കറിയാം. XX ഫീമെയിൽ, X0 മെയിൽ മെക്കാനിസം ലൈക്ക് ഗ്രാസ് ഓപ്പർ. ഇതിനകത്തുണ്ടാവുന്നത് X മാത്രമാണ്. എന്നാൽ അതേ സമയത്ത് ഇതിനകത്തുണ്ടാവുന്നത് X ഉള്ളതുമുണ്ട്, X ഇല്ലാത്തതും ഉണ്ട്. ഇപ്പോ ഓട്ടോസോം പ്ലസ് X ഉണ്ടാവും, ഓട്ടോസോം പ്ലസ് ഒന്നും ഇല്ലാത്തതും ഉണ്ടാവും. അപ്പൊ അത് ഏതായിരിക്കും? ഇത് XX ഫീമെയിൽ, X0 മെയിൽ മെക്കാനിസം ആണ്. ദാറ്റ് ഈസ് ഫൗണ്ട് ഇൻ ഗ്രാസ് ഹോപ്പർ. ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 199, 1 is the right answer. ആൻഡ് ക്വസ്റ്റ്യൻ നമ്പർ 200 നോക്കാം. ദ കറക്റ്റ് സീക്വൻസ്, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. കറക്റ്റ് സീക്വൻസ് ഓഫ് മമാലിയൻ മെമ്മറി ഗ്ലാൻഡ് ഡക്ട് ബിഗിനിങ് ഫ്രം ആൽവിയോളൈ. ആൽവിയോൾ മുതൽ അങ്ങോട്ട് എന്താ കൃത്യമായി നിങ്ങൾക്ക് അറിയാം ഈ ക്വസ്റ്റ്യൻ. ഇതിന് ഉത്തരം ഒന്നല്ലേ? മെമ്മറി, ആൽവിയോൾ കഴിഞ്ഞാൽ മെമ്മറി ട്യൂബ്യൂൾ, മെമ്മറി ട്യൂബ്യൂൾ കഴിഞ്ഞാൽ മെമ്മറി ഡക്ട്, മെമ്മറി ഡക്ട് കഴിഞ്ഞാൽ മെമ്മറി ആംബ്യുള,
മെമ്മറി ആംബ്യൂള കഴിഞ്ഞാൽ ലാക്റ്റിഫറസ് ഡക്റ്റ്. ഇപ്പൊ മെമ്മറി ട്യൂബ്യൂൾ, മെമ്മറി ഡക്റ്റ്, മെമ്മറി ആംബ്യൂള, ലാക്റ്റിഫറസ് ഡക്റ്റ് വിച്ച് ഓപ്പൺ ഇൻ ടു ദ നിപ്പിൾ എന്നുള്ള. ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 201 ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 200 1 ആണ് റൈറ്റ് ആൻസർ. ഓക്കെ മക്കളെ, ഇതോടുകൂടെ നമ്മൾ ഇവിടുത്തെ ഈ ഒരു GIB 12 ഈ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഇവിടെ അവസാനിക്കുകയാണ്. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാം ആയിരുന്നു പ്രതീക്ഷിക്കുന്നു. ഇനി അഥവാ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരു ഭാഗം കോംപ്ലിക്കേറ്റഡ് ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ ആ ഭാഗം റെഫർ ചെയ്ത് അടുത്ത പരീക്ഷയ്ക്ക് നല്ല രീതിയിൽ ഇത് കറക്റ്റാക്കി മാറ്റുക. അങ്ങനെ നമ്മുടെ മെയ് 5 വരുന്ന പരീക്ഷയ്ക്ക് വളരെ നല്ല രീതിയിൽ ഉത്തരം എഴുതുക. ഓക്കെ, താങ്ക് യു വെരി മച്ച്.